കർത്താവേ. നമുക്കൊരു വേദഭാഗം വായിക്കാം. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് എന്ന വിഷയം ഇന്ന് കൊണ്ട് അവസാനിക്കുകയാണ്. സഭാകാലങ്ങൾ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. 7 മുദ്രകളും 7 സഭാകാലങ്ങളുമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സഭാകാലം ആദ്യം എടുക്കണമെന്നും അത് കഴിഞ്ഞിട്ടാണ് 7 മുദ്ര എടുക്കേണ്ടതെന്നും പ്രവാചകന്റെ കർത്താവ് സംസാരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ സഭാകാലത്തിന്റെ ആദ്യത്തെ പുസ്തകം തീരെയാണ്. അടുത്ത ഞായറാഴ്ച എടുക്കുന്നത് ഇതിന് സഭാകാലത്തിന്റെ തന്നെ 2ാമത്തെ പുസ്തകം. കാരണം സഭാകാലത്തിന്റെ 1 എടുത്താൽ പിന്നെ മുദ്രയുടെ 1ആണ് എടുക്കേണ്ടത്. മുദ്രയുടെ നമ്മൾ ആദ്യം എടുത്തുപോയി. എളിമയിൽ മറന്നിരുന്നുകൊണ്ട് ദൈവം തന്നെ എളിമയിൽ വെളിപ്പെടുത്തുന്ന വിഷയം എടുത്തു. അതുകൊണ്ട് ഞായറാഴ്ച മുതൽ എടുക്കുന്നത് സഭാകാലത്തിന്റെ 2ാമത്തെ പുസ്തകമാണ്. നിങ്ങൾ വായിച്ചിട്ട് വരിക. പത്മോസിലെ ദർശനം എന്നത്. ഇപ്പോൾ നമുക്ക് വെളിപ്പാട് പുസ്തകം 1ാമത്തെ അധ്യായം 7ഉം 8ഉം വാക്യം വായിക്കാം. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ച് കാണും. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ്, ആമേൻ. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. കണ്ണടക്കം പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവെ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. കർത്താവായ യേശുവെ, തിരുവചനം വായിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങാകുന്നു ആൽഫയും ഒമേഗയും. കർത്താവെ, ആദ്യനും അന്ത്യനും അങ്ങ് തന്നെയാണ്, മറ്റൊരുത്തനുമില്ല എന്ന് പറഞ്ഞിട്ടും ലോകം 2ഉം 3ഉം ആക്കുന്നു. കർത്താവായ യേശുവെ, അപ്പോൾ ആദ്യൻ എന്ന് പറഞ്ഞാൽ, ആദ്യം എന്ന് പറയുമ്പോൾ എന്തോ ഒന്ന് തുടങ്ങി. ആ തുടങ്ങുന്ന സമയത്തുള്ളതാണ് ആദ്യൻ. അപ്പോൾ തുടങ്ങി എന്ന് പറയുന്നവനും ആ തുടക്കമിട്ടവൻ തന്നെയാകുന്നു, മറ്റൊരുവനുമല്ല. ആദിക്ക് മുൻപായി ഉണ്ടായിരുന്നവൻ തന്നെയാണ് ആദി. ഇനി അന്തം കഴിഞ്ഞ ശേഷം വേറൊരാളാണെങ്കിൽ അതുമല്ല, ഞാൻ തന്നെയാണ് കർത്താവെ അന്ത്യവും. അങ്ങനെയെങ്കിൽ ഇതുവരെയും കർത്താവ് നമ്മോട് വെളിപ്പെടുത്തിയത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാകുന്നു സൃഷ്ടിതാവായ ദൈവം. അവൻ തന്നെയാകുന്നു പരിശുദ്ധാത്മാവ്. ഞാൻ പോയി മടങ്ങി വരും, എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ അതേ യേശു തന്നെയാണ് തിരികെ വന്നതെന്ന് അങ്ങ് നമുക്ക് വെളിപ്പെടുത്തി തന്ന മഹാകൃപയ്ക്കായി നന്ദി. ഇന്ന് ഈ തിരുവചനത്തിലൂടെ കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് ദൈവിക മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ ഇത് ലഭിക്കണം. ഇവിടെ പറയാതെ പോയിരുന്നാലും അതിൻ്റെ ആഴങ്ങൾ ഗ്രഹിച്ച് ആ വെളിപ്പാടിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ക്രിസ്തയേശുവിലെ ഫലം ശേഖരിക്കാൻ വരുമ്പോൾ എടുക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കണം. ഓരോ വ്യക്തികളെയും യേശു ക്രിസ്തു നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രോഗികളോ മാനസികമായ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ കർത്താവെ, അവരുടെ ആത്മാവിനെ തൊടണമേ, ശരീരത്തെ തൊടണമേ. രോഗം മുക്തയാകട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ പുതിയൊരു ജീവൻ ഉണ്ടാകട്ടെ. കർത്താവ് ആത്മാവിൽ ശക്തിയോടുകൂടെ കർത്താവിന്റെ തിരുവചനം കേൾക്കാനാണ്. കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്, അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നാം ആയിരിക്കുന്നിടത്ത് ക്രിസ്തു ഉണ്ട്. അതാകുന്നു മണവാട്ടി. കർത്താവെ, ഔവണ്ണമെന്ന് തെളിയിച്ചുകൊണ്ട് അവരുടെ ആത്മാവിൽ സന്തോഷം പകർന്നുകൊണ്ട് തിരുവചനം കേട്ട് ദൈവനാമ മഹത്വനായിരിക്കാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് വെളിപ്പാട് പുസ്തകം അവസാനിക്കുകയാണ്. അപ്പോൾ അവിടെ കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞറിയാം, ജോസഫിന്റെ മുമ്പിൽ സഹോദരൻ ദൈവവ്രതം ഇങ്ങോട്ട് ഇവിടെ ഇരിക്കുന്നത്, ജോസഫിന്റെ സഹോദരങ്ങൾ വന്നു നിന്നപ്പോഴുള്ള കാഴ്ചയാണ് അത്. യേശു മണവാട്ടി പോയ ശേഷം യഹൂദന്മാരുടെ സംഭവിക്കേണ്ട കാര്യങ്ങളാവുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ തുടർന്നെടുക്കാൻ പോകുന്നത്, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കാണും. ഇപ്പോൾ അവൻ തൻ്റെ 2ാമത്തെ വരവിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് മണവാട്ടി ചേർക്കാൻ വരുന്ന കാര്യമല്ല പറയുന്നത്, മുദ്ര തുറക്കാൻ വരുന്ന കാര്യമല്ല പറയുന്നത്. കർത്താവ് 2ാമതും, അതായത് ഭൂമിയിൽ ഒരിക്കൽ വന്നു, ഇനി ഒരിക്കൽ ഭൂമിയിൽ വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഉൽപ്രാപണത്തെക്കുറിച്ച് അല്ല. അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. 1ാം അധ്യായത്തിന്റെ 7ാം വാക്യം നോക്കാം. ഇങ്ങനെ, ഏത് കണ്ണും, അതായത് അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ്, ആമേൻ. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതാണ്. ഭൂമിയിലെ ഗോത്രങ്ങൾ എന്ന് പറയുമ്പം കർത്താവ് വിളിച്ച് വേർതിരിച്ച 12 ഗോത്രങ്ങൾ മാത്രമല്ല, ബാക്കി എല്ലാവരും. നമ്മുടെ സഭയിലായിരുന്നാലും 2ാമത്തെ ഗണത്തിലേക്ക് ആരെങ്കിലും പെട്ടുപോയാൽ അവരും സകല മനുഷ്യരും എല്ലാവരും. കാര്യം എന്താ, കർത്താവിന്റെ ജനം പോയി കഴിയുമ്പോൾ
പിന്നെ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ ബാക്കി അവശേഷിക്കുന്ന ക്രിസ്ത്യാനികൾ ഇന്നിപ്പോ നമ്മൾ വിശ്വസിക്കുന്നവർ ആരെങ്കിലുമൊക്കെ അവശേഷിച്ചാൽ അവർ ലോകത്താകമാനം പറയും. പെട്ടെന്ന് ഇന്ന് എല്ലാം മീഡിയ മാധ്യമങ്ങളുണ്ടല്ലോ. അപ്പൊ ലോകത്താകെ ന്യൂസ് ചാനലുകൾ എല്ലാം പറയും ബൈബിൾ ആയിരുന്നു ശരി, അത് പറഞ്ഞ പ്രകാരം കർത്താവ് വന്ന് തന്റെ ജനത്തെ ചേർത്ത് കൊണ്ടുപോയി അതിനുശേഷം മാത്രമേ ഓരോന്ന് സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞ് അത് സംഭവിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ യേശു ക്രിസ്തുവോടെ വരുന്ന സമയത്ത് എല്ലാ ഗോത്രങ്ങളും വിലപിക്കും. അതിനു മുമ്പ് മഹോദ്രവകാലം, അതിനു മുമ്പ് യെരുശലേം ദേവാലയം ഇടിക്കും. അപ്പൊ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ എല്ലാവരും പരുങ്ങലിലായിരിക്കും. യേശു വരുന്നത് എല്ലാ കണ്ണും കുത്തി തുളച്ച് കാണുമെന്ന് പറഞ്ഞാൽ സകലരും കാണും. അതിനുശേഷം ജീവിച്ചിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം എന്തായാലും കുറച്ച് ജനങ്ങൾ ഉണ്ടാവും. മഹോദരകാലത്ത് കുറച്ചുപേർ മരിക്കുകയും ചെയ്യും. ഓക്കെ, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു. അതായത് ഞാൻ എ തൊട്ട് ഇസഡ് വരെ ആകുന്നു. യവന ഭാഷയിൽ ഇസഡ് വരെ. ഈ വിഷയം ഞാൻ അങ്ങ് വിട്ടത് നേരത്തെ നമ്മൾ എടുത്തതാണ്. ഒരാൾ വന്ന് ഫിലിപ്പോസ് ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമെന്ന് പറഞ്ഞ കാര്യമാണ് നാം വിട്ടത്. അവിടെ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, ഭാര്യ ഭർത്താക്കന്മാർ രണ്ടല്ല ഒന്നത്ര എന്ന് പറയുന്നില്ലേ, അതുപോലെയാണ് ഞാനും പിതാവ് ഒന്ന് എന്ന് പറഞ്ഞതെന്ന് പ്രവാചകനോട് പറഞ്ഞപ്പോൾ പറഞ്ഞ ഇല്ല, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു, എൻ്റെ ഭാര്യ ദൂരെയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ എൻ്റെ ഭാര്യയെ കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ യേശു പറഞ്ഞത് അങ്ങനെയല്ല, കാണുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് വ്യത്യാസമാണെന്ന് എടുത്ത ഭാഗമാണ് ഇപ്പം മുന്നോട്ട് വിട്ടത്. ഓക്കെ, 1 യോഹന്നാൻ 5:7 മുതൽ 8 വരെ പറയുന്നത്, ഇതിന്റെ വക്താവ് യേശു ഈ വെളിപ്പാട് എഴുതിയ അതേ മനുഷ്യൻ തന്നെ ആവുന്നു. ഓക്കെ, അവൻ പറഞ്ഞു, സ്വർഗത്തിൽ സാക്ഷ്യം വഹിക്കുന്ന 3 പേർ ഉണ്ട്. പിതാവ്, വചനം, അതായത് പുത്രനാവുന്നു. സാക്ഷ്യം പറയുന്നവർ 3 പേരുണ്ട്. ആത്മാവ്, ജലം, രക്തം. വേറൊരിടത്ത് ഫാദർ, സൺ ആൻഡ് ഹോളി ഗോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നൊരിടത്ത് പറയുന്നു. മറ്റൊരിടത്ത് പറയുന്നത് 3 പേർ ഉണ്ട്. ആത്മാവ്, ജലം, രക്തം. ഈ 3ന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. ആമേൻ. അതെന്താണെന്ന് വിശദീകരിക്കാൻ ശ്രദ്ധിച്ചോളണം. ഒരു സ്വാഭാവിക ജനനം നടക്കുമ്പോൾ, ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് എന്താണ്? ഒന്നാമതായി വെള്ളം പുറത്തേക്ക് വരുന്നു. രണ്ടാമത്തെ കാര്യം എന്താവുന്നു? രക്തം പുറത്തേക്ക് വരുന്നു. അടുത്ത കാര്യം എന്താണ്? ഒരു ജീവൻ, ആത്മാവ് പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇത് 3ഉം കാണിക്കുന്നത് ഒന്നിനെയാണ് കാണിക്കുന്നത്. സാക്ഷ്യം ഒന്ന്, ആ കുഞ്ഞിന്റെ ജനനമാണ് കാണിക്കുന്നത്. വ്യക്തി ഒന്ന്. അതുപോലെ ഇവിടെ മുദ്രയിലാണ് പ്രവാചകൻ പറഞ്ഞിരുന്നത്. ഓക്കെ, ഒന്നാമതായി വെള്ളം. ഈ വെള്ളം എന്താ ഇവിടെ ക്രിസ്തീയ വിശ്വാസം കാണിക്കുന്നത്? വെള്ളത്താലും ആത്മാവിനാലും അല്ല വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗ്ഗരാജ്യം പ്രാപിക്കില്ല. അപ്പം നാം പാപം സംബന്ധമായി മരിച്ച് യേശുക്രിസ്തു എന്ന നാമത്തിൽ വെള്ളത്തിൽ നിമജ്ഞന സ്നാനം, അതായത് അടക്കം ചെയ്തു. യേശുവിന്റെ ക്രൂശ് മരണം പോലെ ഞാനും അതേ വേദന അതായത് സ്നാനത്തിന്റെ ക്ലാസ് കേട്ട് ആ പ്രയർ സമയത്ത് എൻ്റെ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ ഹൃദയനുറുക്കത്തോടുകൂടെ കർത്താവ് ക്രൂശിൽ അനുഭവിച്ച യാതന എൻ്റെ ഹൃദയത്തിൽ എടുത്തുകൊണ്ട് എൻ്റെ പാപപരിഹാര മാർഗത്തിനായി ഞാനും ആ വേദനയോടുകൂടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ ആ ബോഡിയെ വെള്ളത്തിൽ അടക്കം ചെയ്യണം. അതാണ് ഒന്നാമത്തെ സാക്ഷ്യം കാണിക്കുന്നത്. അപ്പോൾ സ്നാനത്തിന് വെള്ളം വേണം. എബ്രായ ലേഖനം 10:48 അവിടെ വന്ന് സ്നാനത്തിൽ വെള്ളം വിലക്കുവാൻ ആർക്കും അധികാരമില്ല. അപ്പോൾ വെള്ളം അത് സാക്ഷ്യം പറയുന്നു. അടുത്ത രക്തം എന്താണ്? നമ്മുടെ പാപത്തെ കഴുകി കളഞ്ഞു. കർത്താവായ യേശുക്രിസ്തു എന്ന നാമം സ്വീകരിച്ചതും, അതായത് ക്രൂശിലെ പീഡയെ ഞാൻ നിന്ദിച്ചില്ല. ഞാൻ ക്രൂശിന്റെ വചനത്തിന് ശത്രുവല്ല, ക്രൂശിന്റെ വചനത്തിന് മിത്രമാണ്. എൻ്റെ രക്ഷിതാവിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ, അത് കഴിയുമ്പോൾ നാം സ്നാനപ്പെട്ട് നിവർന്നു വരുമ്പോൾ ഇത് രണ്ടും പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ വാഗ്ദത്തം എന്ന പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരിക്കും. 100% ഉറപ്പാണ്. കാര്യം എന്താ? വാഗ്ദത്തങ്ങൾ മുഴുവനും ക്രിസ്തുവിൽ ഉവന്നത്രേ. വാഗ്ദത്തം ചെയ്ത വിശ്വസ്തൻ, വാക്കു മാറാത്തവൻ. നമുക്ക് ആ പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ മാനസാന്തരമോ സ്നാനമോ അല്ലെങ്കിൽ വിശ്വാസ ജീവിതമോ എന്തോ ശരിയല്ലാത്തത് കൊണ്ടാണ്. കാരണം അങ്ങനെ സ്നാനപ്പെട്ടവർക്ക് കൊടുത്തിരിക്കുന്നു. അങ്ങനെ വിശ്വാസം പരിശുദ്ധാത്മ ലഭിക്കാത്തവർക്കാണെങ്കിൽ എവിടെയോ പാകപ്പിഴകളുണ്ട്. അതിനാണ് നാം ഇങ്ങനെ ദിനം പ്രതി ആലയത്തിന് സഭാരാധന കൂടുകയും ചെത്തി വെടിപ്പാക്കുന്നതിനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരികയും ചെയ്യുന്നത്. അത് മാനസാന്തരപ്പെടുക, കർത്താവ് സഹായിക്കും. ജലം, രക്തം കൂടാതെ ആത്മാവ് എന്നീ കാര്യങ്ങൾ സ്വാഭാവിക ജനനത്തിന് ഘടകങ്ങളായി തീരുന്നു. അത് കന്യകമാരെ പോലെയാണ്. കന്യക എന്ന വാക്കിന്റെ അർത്ഥം ശുദ്ധമായ, വിശുദ്ധമായ, മായമില്ലാത്ത,
വിശുദ്ധീകരിക്കപ്പെട്ടത് എന്നാകുന്നു. 5 പേരുടെ പക്കൽ എണ്ണ ഉണ്ടായിരുന്നു. ആ 10 കന്യയുടെ കാര്യമാണ്. 5 പേരുടെ പക്കൽ എണ്ണ ഇല്ലായിരുന്നു, അതായത് പരിശുദ്ധാത്മാവ് ഇല്ലായിരുന്നു. അവരെവിടെയായിരുന്നു? ഒരേ സഭയിൽ എന്നാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരുമിച്ചുണ്ടായിരുന്നവരാണ്. നമ്മളുടെ ഇടയിലും നമ്മുടെ സഭകളിലും കർത്താവ് യേശുക്രിസ്തു വരുമ്പോൾ എതിരേൽപ്പാനായി പുറപ്പെട്ടു പോകും എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. എന്നാൽ ആർക്ക് മാത്രമേ പ്രവേശിക്കാൻ കഴിയുള്ളൂ? ഇപ്പോൾ നാം ഇവിടെ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എണ്ണ ഉള്ളവർക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ കഴിയുള്ളൂ. അതിനാണ് നമ്മളുടെ നോക്കൂ, കന്യകയാണ് നമ്മളെല്ലാം. നിർമ്മല കന്യക, വെറും കന്യകയല്ല, നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇരുമനസ്സുള്ളവരായിരിക്കുകയില്ല. ക്രിസ്തേശുവിലെ ഭാവം തന്നെ ആയിരിക്കും. ക്രിസ്തുവിനെ ഉപദ്രവിച്ചപ്പോൾ ഒരാൾ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയായിരിക്കും നമ്മളെയും കർത്താവിന്റെ നാമനിമിത്തമോ അല്ലാതെയോ ഉപദ്രവിച്ചിരുന്നാലും നമ്മളും അതേ മാതൃക പിന്തുടരും. ഒരിക്കലും ഹൃദയത്തിൽ ഒന്ന് വെച്ച് പുറമെ കാണുമ്പോൾ മറ്റൊരു രീതിയിലും ആയിരിക്കില്ല. കാര്യം എന്താ? കർത്താവ് വ്യക്തമായി പറഞ്ഞു, ഞാൻ ശരീരങ്ങളെ അല്ല നോക്കുന്നത്, വസ്ത്രങ്ങളെ അല്ല നോക്കുന്നത്, ഹൃദയങ്ങളെ അത്രേ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഓക്കെ, അപ്പൊ 5 പേരുടെ പക്കൽ എണ്ണ ഉണ്ടായിരുന്നപ്പോ അവരെന്ന് പറഞ്ഞു, മറ്റു എണ്ണ ഉള്ളവരോട് ചോദിച്ചപ്പോൾ അവരെന്ന് പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിക്കേണ്ടതിന് നിങ്ങൾ വിൽക്കുന്നിടത്ത് പോയി വാങ്ങുവിൻ. അതാണ് സഭ. സഭ ഉണ്ട്, സഭാരാധന നിർത്തലാക്കിയിട്ടില്ല. സഭയിലാണ് ഈ തിരുവചനങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും വിശുദ്ധീകരിച്ച് സ്നാനപ്പെടുത്തി ആദ്യം സഭയോട് ചേർക്കുമ്പോൾ തന്നെ നമ്മൾ ക്രിസ്തു എന്ന ശരീരമാകുന്ന സഭയോടും നമ്മൾ ചേർക്കുകയാണ്. ഓക്കെ, നമ്മൾ യേശു പറഞ്ഞു, കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ഈ ലോകം എന്നെ കാണുകയില്ല, എങ്കിലും നിങ്ങൾ എന്നെ കാണും. ഞാൻ എന്നത് വ്യക്തിപരമായ സർവനാമം ആകുന്നു. ലോകാവസാനം വരെയും നിങ്ങളോട് കൂടെ നിങ്ങളിലും ആയിരിക്കും. ആമേൻ. നോക്കൂടെ, നമ്മൾ മുമ്പ് എടുത്തതാണ്. കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല. ലോകം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിലല്ലാത്ത ജനങ്ങൾ. എങ്കിലും നിങ്ങൾ എന്നെ കാണും. നമ്മൾ അന്ന് വിവേചിച്ച് പറഞ്ഞു, ബൈബിൾ എടുത്ത് വായിക്കുന്നവർ എല്ലാം നിങ്ങൾ എന്നെ കാണും, ഞാൻ കാണും എന്ന് പറഞ്ഞിരിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവകാശം തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് യേശുവിൽ വിശ്വാസമുണ്ട്. അപ്പൊ ഇങ്ങനെ 1-2 വചനങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്ത് വിശ്വസിക്കാനല്ല. ഇപ്പൊ ഈ വാക്യം എന്താ നോക്കൂ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. ഇപ്പം യേശുവിനെ കൈക്കൊള്ളണമെങ്കിൽ എന്താണ്? വിശ്വാസ സ്നാനം കറക്റ്റ് ഈ പറഞ്ഞ പ്രോസസ് പ്രകാരം ചെയ്താൽ മാത്രമേ എനിക്ക് ക്രിസ്തുവിനെ കൈക്കൊള്ളാനും ക്രിസ്തുവിനെ എന്നിലേക്ക് വരുവാനും കഴിയുള്ളൂ. അതാണ് ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവിൻ. സ്നാനശേഷം ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നത്. അതായത് ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് യേശു ക്രിസ്തു. അപ്പൊ ക്രിസ്തുവിനെ ധരിക്കണമെങ്കിൽ അവനെ കൈക്കൊണ്ട് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളണമെങ്കിൽ വിശ്വാസ സ്നാനം കറക്റ്റ് ആയിരിക്കണം. ഇനി അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളാകുവാൻ അവൻ അവകാശം കൊടുക്കുന്നു. അപ്പൊ ഇത് വിശ്വസിച്ചത് കൊണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാനത് വിശ്വസിച്ച ദൈവമക്കൾ എന്നല്ല. ആരെയാണ് ഇതാണ് വചനം പറയുന്നത്, മണവാട്ടി ഓരോ വചനം കൊണ്ടും ജീവിക്കുന്നു. ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു, എനിക്ക് ഞാൻ ദൈവത്തിന്റെ മക്കളാണ് എന്ന് പറഞ്ഞാൽ മറ്റു വചനങ്ങൾ തെറ്റിപ്പോകാതിരിക്കാൻ ദൈവം അടുത്തെന്ത് പെട്ടെന്ന് ഒരു ഓർമ്മ ഏത് തരും? ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ആത്മാവ് വഴി നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കൾ. അപ്പൊ അവനെ കൈക്കൊണ്ട് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ലഭിച്ചില്ലെങ്കിൽ ലഭിക്കാനായി ഓരോരുത്തർ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്ഥാനമേൽപ്പിൻ, എങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പോൾ ക്രിസ്തുവിനെ കൈക്കൊണ്ടു. അപ്പൊ അവനെ കൈക്കൊണ്ടു എന്ന് പറയുമ്പോൾ ദൈവമക്കൾ എന്ന് പറയുന്നവരോട് നമ്മൾ ചോദിക്കുവാനുള്ളത്, നിങ്ങൾക്ക് അവനെ കൈക്കൊള്ളണമെങ്കിൽ പശ്ചാത്തപിക്കണം, മാനസാന്തരപ്പെടണം, പാപയേറ്റ് പറഞ്ഞ് ഉപേക്ഷിക്കണം, യേശുക്രിസ്തു നാമത്തിൽ സ്ഥാനപ്പെടണം, പരിശുദ്ധാത്മാവ് ലഭിക്കണം. ആ പരിശുദ്ധാത്മാവ് തന്നെയാണ് യേശു പറഞ്ഞു, ഞാൻ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ മടങ്ങി വരും, ലോകം കാണുകയില്ല, എല്ലാ നാളും നിങ്ങളിൽ ഇരിക്കും, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അപ്പൊ അവനെ കൈക്കൊണ്ടു. അങ്ങനെ കൈക്കൊണ്ടാൽ പിന്നെ ആരാണ് വഴി നടത്തുന്നത്? ഈ കൈക്കൊണ്ട ആത്മാവ്. ശരിയായി വരണുണ്ടോ? അപ്പൊ വെറുതെ ഇരിക്കുമ്പോൾ ഇരിക്കരുത്. പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ടു അല്ലെങ്കിൽ യേശുവിനെ കൈക്കൊണ്ടു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വന്നു.
പിന്നെ നമ്മളെ വഴി നടത്തുന്ന ആത്മാവാണ്. അങ്ങനെ ആത്മാവാണ് വഴി നടത്തുന്നെങ്കിൽ കറക്റ്റാണ് ദൈവമക്കൾ. അല്ലാതെ യേശുവിനെ കൈക്കൊണ്ട് ഞാൻ അവന്റെ നാമത്തിൽ വിശ്വസിക്കൊണ്ട് ദൈവമക്കൾ എന്ന് പറഞ്ഞതുകൊണ്ടായില്ല, അതിന് പ്രോസസ് ഉണ്ട്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. സുവിശേഷം അറിയിക്കുന്നവർ മറ്റുള്ളവർക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിശദീകരിച്ചത്. അവസാനം, ലോക അവസാനം വരെയും ഉണ്ടാവും. ഞാൻ നിങ്ങളോടൊപ്പവും നിങ്ങളിലും ഇരിക്കും, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. യേശു ചെയ്ത പ്രവൃത്തി ആര് ചെയ്യുന്നു? എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? ശ്രദ്ധിക്കുക. ആത്മാവ് ഉണ്ടെങ്കിൽ ചെയ്യുന്ന, ഇല്ലെങ്കിൽ യേശു കള്ളം പറഞ്ഞു എന്ന് വരും, നുണയെന്ന് പറയും. യേശുവിനെ നുണയെന്ന് നമ്മൾ പറയുന്നത് പോലെ ആയിപ്പോവും, യേശു ചെയ്യുന്ന പ്രവൃത്തി ഒന്നും ചെയ്തില്ല എങ്കിൽ. ഓക്കെ, ഈ അടയാളങ്ങൾ നടക്കും. ഇപ്പോൾ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാതെ തന്നെ രക്ഷിക്കപ്പെടാൻ കഴിയും. ആമേൻ. മനസ്സിലായാൽ ആമേൻ പറയുമായിരുന്നു. വിശുദ്ധീകരിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് നമ്മൾ പാപമോചന സ്നാനത്തിലൂടെ പാപത്തെ കുഴിച്ചിട്ട്, അത് പാപസംബന്ധമായി മരിച്ച് നീതിക്ക് വിശ്വാസം ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് വന്ന് സ്നാനപ്പെടുമ്പോഴും അല്ല വിശുദ്ധീകരിക്കുന്നത്, പാപമോചന സ്നാനം കഴിഞ്ഞ് നിവർത്ത് വന്നിട്ട് ഇത് ഇത്രയും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് കത്തിക്കുള്ളൂ പഴയ പാപത്തെ, പഴയ സ്വഭാവത്തെ. പിന്നെ ഏകാഗ്രതയും നിർമ്മലതയും ക്രിസ്തയേശുവിലെ മനസ്സുള്ളവരായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല ആയിരിക്കില്ല. ഏകാഗ്രതയോടുകൂടെ സ്റ്റഡി ആയിട്ട് ക്രിസ്തയേശുവിലെ ഭാവത്തോടുകൂടെ ജീവിക്കുമ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാവും. എന്താ, പഴയ സ്വഭാവത്തെ കത്തിച്ചു കളഞ്ഞു. അപ്പോൾ വിശുദ്ധീകരിക്കപ്പെടാതെ തന്നെ രക്ഷിക്കപ്പെടാന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? സുവിശേഷം കേൾക്കുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. അതായത് യേശു തന്നെ കർത്താവെന്ന്, അതിനാണ് നമ്മൾ തൃത്വം പറയുന്നത്. യഹോവയായ കർത്താവ് തന്നെയാണ് യേശു എന്ന കർത്താവ് എന്ന് പറയുമ്പോൾ, ഓ കർത്താവേ സ്തോത്രം, അവൻ രക്ഷിക്കപ്പെട്ടു. അത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആമേൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഹൃദയത്തിലെ വിശ്വാസം, അപ്പോൾ അവൻ രക്ഷിക്കപ്പെട്ടു. അപ്പൊ വിശുദ്ധീകരിക്കപ്പെടാതെ തന്നെ രക്ഷിക്കപ്പെടാമെന്ന് പറഞ്ഞാൽ ഇതാണ്. എന്നാൽ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തുള്ള രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നാ പറയുന്നത്, രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെട്ട വ്യക്തി പിന്നെ തൃത്വം പറയില്ല, 3 വ്യക്തികളെന്ന് പറയില്ല, 3 ചേർന്ന ഒന്നൊന്നും പറയുന്നില്ല, 3 ആളത്വമെന്നും 3 വ്യക്തിത്വങ്ങളെന്നും അങ്ങനെ കുറെ വാക്കുകളൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനൊന്നും പോവില്ല. പരിശുദ്ധാത്മ ഹൃദയത്തിൽ വന്നാൽ പരിശുദ്ധാത്മാവ് തന്നെ വെളിപ്പെടുത്തി തരും. ഓക്കെ. എന്നാൽ നിങ്ങളുടെ സഭ എവിടെ എത്തി എന്ന് നിങ്ങൾ കണ്ടോ? അവളെ വിട്ട് പുറത്തു വരൂ. ദൈവസഭയോട് പറയാണ്, നാഴിക ഇതാകുന്നു. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രകടനങ്ങളുടെ ശക്തിയിൽ അത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. വീണ്ടെടുപ്പിന്റെ നാൾ അടുത്തിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിന്റെ പ്രകടനം എന്ന് വെച്ചാൽ എന്താ? സുവിശേഷം അറിയിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളോടുകൂടിയാണ് യഥാർത്ഥ പരിശുദ്ധാത്മാവ് പ്രാപിച്ച വ്യക്തികൾ സുവിശേഷം അറിയിക്കുന്നത്. ഒന്നാമത്തെ എന്തായിരിക്കും? സുവിശേഷം പറയുന്നത് കേൾക്കുമ്പോൾ വ്യക്തികൾക്ക് മാനസാന്തരം ഉണ്ടാവും. ആ മാനസാന്തരം പിന്നെ ദൈവപ്രവൃത്തിയിലേക്ക് കൊണ്ടുവരികയും സ്ഥാനത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ എവിടെയെങ്കിലും സുവിശേഷം പറയാൻ പോലെ രോഗികൾക്ക് വേണ്ടി അല്ല, അവിടെ ഇരുന്ന് പാസ്റ്ററെ, ഇവിടെ ഒരു രോഗിയുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞിട്ട് പാസ്റ്ററെ വിളിക്കുകയല്ല വേണ്ടത്. പാസ്റ്ററെ ഞാൻ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? നിങ്ങളൊരു രോഗിയുടെ ഒരു വീട്ടിൽ പോകുമ്പോൾ ക്യാൻസർ പേഷ്യൻ്റ് ആണ്, തലവേദനയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. അവിടെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്, പാസ്റ്റർ എന്ന് വിളിക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയണം, വെയിറ്റ് ചെയ്യും, നമുക്ക് കോൾ കോൺഫറൻസ് ഇടാം, ഞാൻ എൻ്റെ പാസ്റ്റർ എന്ന് വിളിക്കട്ടെ, പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള മതിപ്പുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ കർത്താവ് നിങ്ങളെയും വിലയിരുത്തുന്നത്. നിങ്ങൾക്ക് വിശ്വസ്തനായി യേശുവിനെ വചനത്തിലൂടെ മനസ്സിലായി കിട്ടി, ക്രിസ്തയേശുവിനെ ധരിച്ചു, ക്രിസ്തുവിലാണ്, മണവാട്ടിയാണ് എങ്കിൽ അകത്തിരിക്കുകയാണ്. നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പറയുമ്പോൾ ഈ വ്യക്തിയെ സൗഖ്യമാക്കാൻ സ്വർഗത്തു നിന്ന് ദൈവം ഇറങ്ങി വരെയല്ല. വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നു, ജീവജലത്തിന്റെ നദികൾ, അഭിഷേകം പുറപ്പെടും. ജീവനകത്തിരിക്കുകയാണ് ക്രിസ്തു, അത് ആ രോഗിയെ സൗഖ്യമാക്കും. അങ്ങനെ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും വീര്യപ്രവൃത്തികളോടും കൂടി അപ്പോസ്തലന്മാർ ചെയ്തതുപോലെ തന്നെ ഈ പരിശുദ്ധാത്മ പ്രാപിച്ച വ്യക്തിയിലൂടെയും കർത്താവ് പ്രവർത്തിക്കും. കാര്യം സുവിശേഷം വചനമായി മാത്രമല്ല, പരിശുദ്ധാത്മ ശക്തിയോടും ബഹുനിശ്ചയത്തോടും എങ്ങനെ പ്രവർത്തിക്കണമെന്ന ആ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഓക്കെ, നമ്മുടെ സഭ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? നമ്മുടെ സഭ എവിടെ എത്തി നിൽക്കുന്നു ഈ ഒരു കാര്യത്തിൽ? സ്വയം പരിശോധിക്കുക. അപ്പോ അങ്ങനെ ഒന്നും നടക്കുന്നില്ലെങ്കിൽ അവളെ വിട്ട് പോരുവിൻ എന്ന് പറഞ്ഞാൽ
ഞാൻ അപ്പോഴും എന്താ സംഘടനാ സഭയിൽ ഞാൻ ഒന്നും വിശ്വസിക്കുന്നില്ലല്ലോ, ഞാൻ സംഘടനയെ പോകുന്നില്ലല്ലോ, ഒരു സഭയായിട്ടൊരു കൂട്ടില്ല, ഞാൻ എല്ലാം ഉപേക്ഷിച്ചല്ലോ, അല്ലെങ്കിൽ വീട്ടിലുണ്ടായിരുന്ന പഴയ സീഡികളും പുസ്തകങ്ങളും അല്ലെങ്കിൽ ആ തരത്തിലും കുറുമാനങ്ങളും എല്ലാം ഞാൻ ഉപേക്ഷിച്ചു, ഇപ്പൊ അതൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടുകെട്ട് എനിക്കില്ല, ഞാൻ അവിടെ പോയിരിക്കുന്നില്ല ഇവിടെ പോയിരിക്കുന്നില്ല എന്നൊക്കെ വിട്ടല്ലോ. അത് മാത്രമല്ല, എൻ്റെ ഹൃദയത്തിനകത്തുള്ള നിരൂപണങ്ങൾ ഉൾപ്പെടെ, അത് ഞാൻ ഈ ഞായറാഴ്ച എടുക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് എടുക്കാം, അതിനകത്തോട്ട് പത്മാസ ദർശനത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹൃദയത്തിലുള്ള പഴയ പഠിപ്പിക്കലുകളും പഴയ സ്വഭാവങ്ങളും ഇപ്പൊ എന്താ പറയാനായിട്ട്, ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ചിലത് കേൾക്കുമ്പോൾ അന്ന് പഠിപ്പിച്ചതല്ലേ ശരി, അതല്ലേ ശരി, ഇതല്ലേ ശരി എന്ന് കേട്ടാലും അവളെ വിട്ട് പോരേണ്ടതുണ്ട്. ഇവിടെ പഠിപ്പിക്കുന്ന ദൈവിക വെളിപ്പാടുകളിൽ സംശയം വെച്ചാലും അവളെ വിട്ട് പോരേണ്ടതുണ്ട്. ഓക്കെ, അപ്പോ പൂർണ്ണമായും മനസ്സിലാകാത്ത തരത്തിലോ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെ വിട്ടുപേക്ഷിച്ച് പൂർണ്ണമായും ക്രിസ്തുവിൽ വരണം. സംഘടന സഭയിൽ പോകുന്നില്ല, അവിടുത്തെ പള്ളിയിൽ പോകുന്നില്ല, പ്രസംഗം കേൾക്കുന്നില്ല, ഞാൻ അവരെ ധ്യാനിക്കുന്നില്ല എന്നല്ല, ഹൃദയശുദ്ധിയോടുകൂടെ ആയിരിക്കുന്ന സഭയിൽ ദൈവ ആത്മാവിനാൽ വെളിപ്പെടുത്തി തന്നാലും പ്രവാചകരോട് പറഞ്ഞു തന്നതിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. വിശ്വസിച്ചിരുന്നാലും ഹൃദയശുദ്ധി ഉണ്ടാവണം. ഇരു മനസ്സുള്ളവർ ദൈവത്തിനൊന്നും പ്രാപിക്കില്ല. ഇവിടെ ഇരുന്നാലും ശരി തന്നെയാണ്. നമുക്ക് അവർ വെരി ക്ലിയർ ആയിരിക്കും. ആരോടും ഒരു പരാതിയോ പരിഭവമോ വേർപാടോ, അല്ലെങ്കിൽ വേർപാടെന്ന് വെച്ചാൽ ആ വ്യക്തി അങ്ങനെ ഈ വ്യക്തി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ദൈവ സ്നേഹത്തിൽ കർത്താവിനെ ഉപദ്രവിച്ചവരെ പോലും കർത്താവ് സ്നേഹിച്ചില്ലേ, നമുക്ക് അതുപോലെ പറ്റുന്നുണ്ടോ? അങ്ങനെ അല്ല എങ്കിൽ തന്നെ നമ്മൾ സംഘടനാ സഭയ്ക്ക് തുല്യമാണ്. അവളെ വിട്ടു പോരുവൻ. ഓക്കെ, നാഴിക ഇതാകുന്നു. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് പഠിപ്പിക്കുന്നു. ദൈവം തന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രകടനത്തിൽ ശക്തിയിൽ അത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. വീണ്ടെടുപ്പിന്റെ നാൾ അടുത്തിരിക്കുന്നു. ഈ വീണ്ടെടുപ്പിന്റെ നാൾ എന്ന് നമ്മൾ വെറുതെ പറഞ്ഞു പോകണം. എന്താണ് വീണ്ടെടുപ്പ്? ഒരിക്കൽ ക്രിസ്തുവിൽ സ്വർഗീയ ഇടങ്ങളിൽ, അതാ പ്രവാചകൻ മെസ്സേജിൽ പറയുന്നത്, യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗം അനുഭവിക്കുമ്പോൾ, ത്യാഗം അനുഭവിക്കുമ്പോൾ, മുറിവേൽക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിലുണ്ടായിരുന്നു, ഞാൻ അബ്രഹാമിലുണ്ടായിരുന്നു, ഞാൻ ആദാമിലുണ്ടായിരുന്നു, ഞാൻ ക്രിസ്തുവിലുണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്തുവിലുണ്ടായിരുന്ന എന്നെ ഭൂമിയിലേക്ക് അയച്ച് കാലഗതി വഴിതെറ്റി നടന്നു, കാലഗതിക്കനുസരിച്ച് തിരഞ്ഞെടുത്തു. വീണ്ടും ആ തെറ്റിപ്പോയ ഇടങ്ങളിലും ആ അവസ്ഥകളിലും ആയിരിക്കാനല്ല, അവിടെ നിന്ന് വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന ക്രിസ്തയേശുവിന്റെ ഭാവത്തോടു കൂടി ക്രിസ്തുവിന്റെ ഇഷ്ടപ്രകാരം ഒരുങ്ങുക. അങ്ങനെ അല്ലാത്തവർക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാം, കർത്താവ് കേൾക്കും. കർത്താവേ സ്തോത്രം. സകല പാവങ്ങൾ തെറ്റുകുറ്റങ്ങൾ കർത്താവ് പൂർണ്ണമായി ക്ഷമിച്ച് എല്ലാ സഭയോടും എല്ലാ വ്യക്തികളോടും കർത്താവ് പൂർണ്ണമായി ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പൂർണ്ണമായ ദൈവ സ്നേഹത്തിൽ വരിക. ഒരു മനുഷ്യനെ നോക്കണ്ട, ആരെയും നോക്കണ്ട. ഞാനിന്ന് അവിടെ ഇട്ടത് കണ്ടല്ലോ, യെരുശലേം ദേവാലയത്തിന്റെ കാര്യം മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. നേരത്തെ ഒരു മന്ത്രി അവിടെ പോയി, അപ്പോഴതിനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. യഹൂദന്മാരുടെ ആരാധന അവിടെ അവർക്ക് വേണം, അങ്ങനെ വരുമ്പോൾ പ്രശ്നം ഉണ്ടാവും. ഒരിക്കലും സമ്മതിക്കില്ല. ഇപ്പോൾ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എന്ത് കാണിക്കുന്നു? ഇതൊക്കെ ഒരു മുൻമഴയാണ്. ഇനി ഇപ്പോൾ ഉടനെ അടുത്തൊരു പിന്മഴ വരും. യഥാർത്ഥമായത് വരുന്നതിന് മുമ്പേ ഒരു മുൻകുറി ഉണ്ടാവും, ഒരു മുൻമഴ ഉണ്ടാവും. അതാണ് കാണുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇട്ടിരുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവരെ എൻ്റെ അടുക്കൽ വരുവനെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ വസ്തുവിൽ വെട്ടുന്നു കിളയ്ക്കുന്നു, ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നു, ഞാൻ കിളയ്ക്കാൻ പോകുന്നു, ഞാൻ ഡ്രൈവിങ്ങിന് പോകുന്നു, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നു, വീട് പണി ചെയ്യുന്നു. ഈ അധ്വാനം അല്ല, ഇത് ലോകത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് രണ്ടാം സ്ഥാനമാക്കണം. ഒന്നാം സ്ഥാനത്തിന് അധ്വാനം, നേരത്തെ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ ഇറങ്ങി പുറപ്പെട്ട് വീര്യപ്രവൃത്തികളുടെ അത്ഭുതങ്ങളുടെ സുവിശേഷം അറിയിക്കുന്ന ആ ഒരു ദൈവ കർത്താവിന്റെ നാമത്തിൽ സുവിശേഷം അറിയിക്കുന്ന വേലയിൽ, വയലിൽ യേശു വന്നത് ഈ ലോകത്തിന് വേണ്ടിയല്ല, ഐഹിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. പക്ഷെ നമ്മൾ 99% ഏറിയ ഭാഗവും ഏറിയവരും ലോകത്തിലാണ്. 100% ലോകത്തിലുള്ളവരും ഉണ്ട്. അതൊന്നും പോകില്ല, സമയം അടുത്ത്. അധ്വാനിക്കുന്നവർ കർത്താവ് ആത്മാവിൽ ദരിദ്രനായ, നമുക്കിപ്പോഴാണ് മനസ്സിലായത്, ഈ അടുത്ത കാലത്ത് മനസ്സിലായി, വചനത്തിന് വേണ്ടി ദാഹം, അവനാണ് ഭാഗ്യവാൻ. കുരുടന് കാഴ്ച, അത് ആത്മീക കാഴ്ചപ്പാടില്ലാത്തവന് കാഴ്ച നൽകി. നമുക്കൊക്കെ, നമ്മളെല്ലാം കുരുടന്മാരായിരുന്നു, നമുക്ക് കാഴ്ച നൽകി. അപ്പൊ ഇതുപോലെ ഓരോന്നിനും ആത്മീക അർത്ഥമുണ്ട്. അധ്വാനിക്കുന്നവർ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി അധ്വാനിച്ചവൻ, അവൻ ആ കഥ, ഇതൊക്കെ രൂത്തിന്റെ ഇതിലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. കർത്താവ് വരുന്നത് വരെ ആയുധം തറയെ വെക്കില്ല. അവർക്ക് സ്വന്തം പ്രാണന്റെ കാര്യമില്ല, അത് ദൈവം നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ആരോഗ്യവും സമയവും സന്ദർഭവും ഒക്കെ നമുക്ക് തരും. പക്ഷെ ഏറിയ ഭാഗവും നമ്മൾ കർത്താവിന് വേണ്ടിയായിരിക്കും. അപ്പൊ അധ്വാനിക്കുന്നവർ, അടുത്ത് ഭാരം ചുമക്കുന്നവരാരാ?
ഈ സുവിശേഷവുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ കർത്താവിന്റെ നാമം നിമിത്തം ഉണ്ടാകുന്ന പഴി, ദൂഷി, നിന്ന, പരിഹാസം, ഭാരം, ടെൻഷൻ, പ്രയാസങ്ങൾ, ഇത് എത്രയും ഭാരം വഹിച്ചുകൊണ്ടാണെങ്കിലും ഞാൻ പോകും, ഞാൻ പറയും, ക്രിസ്തുവിന് വേണ്ടി ഞാൻ നിൽക്കും എന്ന അത് ചെയ്യുന്നവരെയാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ എത്ര പേർ ചെയ്യുന്നു? കർത്താവ് വന്നാൽ നമ്മളെ വിളിക്കുവോ? വിളിച്ചാൽ ഞാൻ അധ്വാനിച്ചോ, ഞാൻ ഭാരം ചുമന്നുവോ? ഇല്ല എങ്കിൽ ആ വിളി പോലും കേൾക്കില്ല. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ മറുരൂപമലയിൽ നിന്നപ്പോ മോശയും ഏലിയാവും അവിടെ വന്നു, ഇല്ലേ? അവരെ വിളിച്ചത് പത്രോസൊക്കെ കേട്ടില്ലല്ലേ? വേറെ ദൈവം അല്ലല്ലോ വിളിച്ചത്, യേശുക്രിസ്തു അവരുടെ കൂടെ നിന്ന് കർത്താവല്ലേ വിളിക്കുന്നത്, അവർ കേട്ടില്ലല്ലോ. അപ്പൊ അതുപോലെ നമ്മൾ ചർച്ചിലായിരിക്കുന്നു, കർത്താവിന് വേണ്ടി, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ആര് പ്രയത്നിക്കുന്നുവോ അവനും മുൻഗണന കർത്താവ് കൊടുക്കും. അവരുടെ കാര്യം, അവർ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന് വചനം പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അവനിലുള്ള ദിവ്യത്വം 1 തിമോത്തി 3:16 പറയുന്നു. അവിടെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം വലിയതാക്കുന്നു. ഇന്നും ഈ ബൈബിൾ വായിക്കുന്ന ആർക്കും ഇത് മനസ്സിലായിട്ടില്ല. അവിടെ മർമ്മം എന്നാ പറയുന്നത്. ഈ മർമ്മമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ മർമ്മമായിട്ട് അത്രയെ പ്രസ്താവിക്കുന്നത്. ഈ മർമ്മമെല്ലാം തുറന്നു തന്നത് 1963 മാർച്ച് മാസം 23-ാം തീയതി മുതൽ. അപ്പോ എന്താണ് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു? ഈ അവൻ എന്നത് യഥാർത്ഥ ബൈബിളിൽ പറഞ്ഞത് ദൈവം എന്നാണ്. ഗോഡ് മാനിഫെസ്റ്റ് ഇൻ ഫ്ലഷ് എന്നാണ്. അപ്പൊ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ഇതിന്റെ ഇണവചനമാണ് 1 യോഹന്നാൻ 4:2. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്നവൻ മാത്രം ദൈവത്തിനുള്ളവൻ, ഇല്ലാത്തവൻ ദൈവത്തിനല്ല. അപ്പോൾ രണ്ടാമത്തെ വ്യക്തിയാണ്, കന്യകയിൽ ജനിച്ചയാണ്, യേശു മറിയയുടെ പുത്രനാണ് എന്ന് വെച്ചാൽ ഒരു വ്യക്തി എന്ന നിലയിൽ വിശ്വസിക്കുന്നവരാരും ദൈവത്തിനുള്ളവരല്ല. അബ്രഹാമിന് മുമ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞ യേശു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കുമ്പോഴാണ് കാര്യം ശരിയായി പോകുന്നത്. ഓക്കെ, അപ്പം അത് മർമ്മം തന്നെയാണ്. ഇന്നും ലോകത്തിനത് മറിഞ്ഞിരിക്കുക തന്നെയാണ്. ദൈവഭക്തിയുടെ മർമ്മം നോക്കൂ, ഭക്തിയുടെ എന്നാ. അപ്പൊ എന്ത് മനസ്സിലാക്കാം? സാധാരണ ഒരു വിശ്വാസിയാണ് ഭക്തൻ. അടുത്തതാ മണവാട്ടിയോ? ഭക്തയല്ല. ഞാനിപ്പോ എൻ്റെ മോൻ ഇവിടെ ഉണ്ട്, അവൻ്റെ കൂട്ടുകാരനും ഉണ്ട്. രണ്ടുപേർക്കും ഞാൻ ഒന്നുപോലെ കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ മോൻ അവകാശിയാ, അവൻ ഭക്തനാവില്ല, എൻ്റെ ഭക്തനല്ല. അവൻ എൻ്റെ മുമ്പിൽ വന്ന് യാചിച്ചുകൊണ്ട് നിൽക്കില്ല, അവൻ അധികാരം ലഭിച്ചവനാ. മറ്റവൻ അങ്ങനെയല്ല, ഭക്തനെ പോലെ നിൽക്കും. പപ്പയോട് പറ, അല്ലെങ്കിൽ പപ്പ എൻ്റെ അങ്കിളെ എന്നൊക്കെ വിളിക്കുമ്പോൾ അതിനൊരു ചോദ്യം രീതിയുണ്ട്. ഇവിടെ നോക്കൂ, ദൈവഭക്തി, ദൈവവചനത്തെ ഒരു ഭക്തിയോടുകൂടെ എടുക്കുന്ന സാധാരണ വിശ്വാസിക്ക് പോലും മറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കും? മണവാട്ടി എന്ന് പറയാൻ ഇപ്പം എളുപ്പമുണ്ട്. അങ്ങനെയല്ല, ജീവനും ഭക്തിക്കും വേണ്ടുന്നത്. അപ്പോൾ ജീവന് വേണ്ടിയിട്ടുള്ളതാണ് ഈ മർമ്മം. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന അകത്ത് ജീവൻ വന്നവനാ, പരിശുദ്ധാത്മാവെന്ന ജീവൻ വന്നവനാ. അപ്പൊ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും കർത്താവ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ സഭകൾ മുഴുവൻ ഭക്തിയുടെ രീതിയിൽ പോലും വന്നില്ലല്ലോ. ഓക്കെ, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ലോകത്തിൽ വിശ്വസിക്കപ്പെടുകയും തേജസ്സിൽ എടുക്കപ്പെടുകയും ചെയ്തു. ഓക്കെ, ഈ ദൂതന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ എന്താണ്? മുദ്രയിൽ പഠിപ്പിക്കാം, മുമ്പൊരിക്കൽ പഠിപ്പിച്ചാണ്. ഓക്കെ, തേജസ്സിൽ എടുക്കപ്പെടുകയും ചെയ്തു. ഓക്കെ, ഇന്ന് രാത്രിയിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നത് 9-ാമത്തെ വാക്യം, പത്മോസ് ദർശനം. ഇതിൽ അതിന്റെ തുടക്കമാണ്. അടുത്ത പുസ്തകത്തിലേക്ക് വരുന്നത് ഇതിൽ തുടങ്ങുകയാണ്. ഞായറാഴ്ച കുറച്ച് വിശദമായിട്ട് എടുക്കാം. ഞാൻ അവനെ സ്നേഹിക്കുന്നു, എന്തെന്നാൽ അവൻ എന്നെ മുൻ സ്നേഹിച്ചു. അവൻ രക്ഷയെ വിലയ്ക്ക് വാങ്ങി കാൽവരി മരത്തിന്മേൽ. ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ട്? യേശു ഞാൻ അറിയാതിരിക്കെ മുന്നമേ എന്നെ സ്നേഹിച്ചു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാലേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. യേശു എന്നെ സ്നേഹിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വെറുതെ പറഞ്ഞു നടക്കുന്നവരല്ല. അങ്ങനെയെങ്കിൽ സ്നേഹിച്ചിട്ടില്ല. ഇനി സ്നേഹിച്ചു എന്നതിന്റെ തെളിവെന്താണ്? യേശു എന്നെ സ്നേഹിച്ചെന്നല്ല, ഞാനും യേശുവിനെ സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവെന്താണ്? ഒന്നുമില്ല. എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, ഇല്ലാത്തവൻ കള്ളനാകുന്നു. സഭയിൽ തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി. ഇപ്പൊ പറഞ്ഞ സുവിശേഷം അറിയിക്കുന്നതിന് എത്ര പേരുണ്ട്? ബാക്കിയുള്ള ഓരോ കാര്യങ്ങളോ
ആരും കാണുന്നില്ല കേൾക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വചനം പ്രമാണിക്കാത്ത എത്രയോ പേരുണ്ട്. അപ്പൊ അവരെ ആരായിട്ട് കാണുന്നു? കള്ളനായിട്ട്. എന്തുകൊണ്ട്? യേശു അവരെ സ്നേഹിച്ചു എന്നും ആ യേശു ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഉണ്ട് എന്നും വിശ്വസിക്കാത്തത് കൊണ്ടാണ്. വിശ്വസിക്കാന്ന് വെച്ചാൽ കാണാൻ കഴിയാത്തതുകൊണ്ട്. കാണാൻ കഴിയാത്തവൻ വിശ്വാസിയല്ല, കണ്ടവനാണ് വിശ്വാസി. അവനാണ് ക്രിസ്തേശുവിന്റെ ഭാവത്തോട് കൂടി ജീവിക്കുന്നത്. നമ്മളോ? ഓരോരുത്തരും ഒന്ന് പരിശോധിച്ച് നോക്ക്. എല്ലാ കാര്യങ്ങളിലും, ഇനിയുള്ള കാര്യങ്ങളിലും ഒന്ന് പരിശോധിച്ച് നോക്ക്. ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്ന സഭയുമായി ബന്ധപ്പെട്ട് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളിൽ തന്നെ നമ്മൾ ഇപ്പൊ പലതും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഒന്ന് ചിന്തിച്ചു നോക്ക്. ക്രിസ്തു നമ്മോട് കൂടെ ഉണ്ട്, സകലതും അറിയുന്ന വ്യക്തിയാണ് എങ്കിലോ? ഓക്കെ, നിങ്ങളത് ശരിക്കും ചെയ്യുന്നുണ്ടോ? ദൈവം തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി. ആമേൻ. ആർക്ക്? നിങ്ങൾക്കെന്ന. ഇതൊക്കെയാണ് ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ സുവിശേഷം പറയുമ്പോൾ അവർക്ക് പറഞ്ഞ് മനസ്സിലായിക്കൂടാ. അവിടെ ഉള്ളത്തിലൊരു കത്തലുണ്ടോ? കാര്യം എന്നറിയാമോ? ഈ നിങ്ങൾക്ക് എന്ന് പറയുന്ന ആരാണ്? പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവര് എന്ന് പറയുമ്പോൾ ശരിയാണല്ലോ, നമുക്കല്ലേ മനസ്സിലാവുന്നുള്ളൂ, മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഓ കർത്താവേ, എന്നെ സ്നേഹിച്ചതിനായി നന്ദി, എനിക്ക് വെളിപ്പെടുത്തി തന്നതിനായി നന്ദി എന്ന് പറഞ്ഞ് നമുക്ക് കർത്താവിന്റെ സ്നേഹം വർദ്ധിക്കും. ദൈവം തന്നെ ആർക്കും അങ്ങനെ വെളിപ്പെടുത്തുന്ന അറിയാം. 2 ആഴ്ച മുമ്പേ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിച്ചനുസരിക്കുന്നവനെ പിതാവ് സ്നേഹിക്കുകയും ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കുക. നമ്മളുടെ ജീവിതവും മാർഗവും രീതിയും തീക്ഷ്ണതയും ഏകാഗ്രതയും വചനത്തോടും വചനം കേൾക്കുന്നതിനും സുവിശേഷത്തോടും സുവിശേഷീകരണത്തിനായി ജീവിക്കുന്നത്, ആ ജീവിതത്തിന്റെ ഒരു ലെവൽ കാണുമ്പോഴറിയാം എന്താണ് യേശുക്രിസ്തുവിനെ എനിക്ക് വെളിപ്പെടുത്തി തന്നോ ഇല്ലേ എന്നറിയാം. യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തി തന്നുവെങ്കിൽ എൻ്റെ ലൈഫ് മാറും. കിണറ്റിലുള്ള സ്ത്രീ ഒന്ന് ആലോചിച്ച് നോക്ക്. അവളുടെ ജീവിതം മാറിയില്ലേ? നമ്മളാണെങ്കിൽ പോണ വഴിക്ക് ആ കുടവും കൂടെ കൊണ്ടുപോകും. പോയിട്ടൊന്ന് വെള്ളം കോരാനുള്ളതാ ജീവിതത്തിന് ആദ്യം. അവളത് അവിടെ കളഞ്ഞിട്ടാ പോയത് അല്ലേ? ആലോചിച്ച് നോക്ക്. ദാനിയേല് ആ സിംഹത്തെ പിടിച്ചോണ്ട് പോയപ്പോഴത്തേക്ക് അയ്യോ ബാക്കിയുള്ളതിനെ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയാൽ എന്നെ കടിച്ച് കൊല്ലും. അതൊന്നുമല്ല, അപ്പൻ്റെ ആടാ. അത് കണക്കേൽപ്പിക്കണം. അവന്റെ ജീവനല്ല വില കൽപ്പിച്ചത്. ഈ ലോകത്തിന്റെ ജീവനെ വില കൽപ്പിക്കുന്നവൻ ആ ജീവനെ കണ്ടെത്തില്ല. അവനറിയാം. ദാവീദ് അവനറിയാം എന്താ? പഴയ നിയമം മുതലൊരു വാക്യമുണ്ട്, ദൈവനാമത്തിന് എഴുതുന്ന എൻ്റെ ഭുജം നിന്നെ താങ്ങിക്കൊള്ളും. കർത്താവ് വിടിവിക്കുന്ന അറിയാം. ആ ഒരു കഷ്ണം എല്ലെടുത്ത് വെച്ച്, താടി എല്ലെടുത്ത് വെച്ച് കൊന്നത് ഒരു എല്ല് വെച്ചാൽ കൊല്ലാൻ പറ്റുമോ? പക്ഷെ അവനെ എന്തിനു വേണ്ടി അവരെ ഉപദ്രവിക്കുന്നു എന്നത് ദൈവം നോക്കും. ദൈവത്തിന് വേണ്ടി പോരാടുകയാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ഇപ്പൊ യേശുവിന് ശരീരത്തിൽ ഇറങ്ങി വന്നിട്ട് ഈ കാലത്ത് ഇവിടങ്ങളിലുള്ള ജനത്തോട് സുവിശേഷം അറിയിക്കാൻ പറ്റും? ജനത്തിൽ കർത്താവ് വരുന്ന ഇപ്പോഴല്ലേ, എല്ലാ കാലം കുത്തിത്തുളച്ച് കാണുന്ന സമയമുണ്ട്. അപ്പൊ അതിനു മുമ്പായി നമ്മളെയാണ് വെച്ചിരിക്കുന്നത്. എനിക്കത് മനസ്സിലാവണമില്ല, ഞാൻ പോകണമില്ലെങ്കിൽ ഞാൻ വെളിപ്പെട്ടിട്ടില്ല. നമുക്ക് അവൻ ദൈവപുത്രനായ യേശു ക്രിസ്തു ആണെന്നും അവൻ ദൈവം ജഡത്തിൽ പ്രത്യക്ഷനായി അവൻ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടോ? ഇല്ല. വെളിപ്പെടുത്തിയെങ്കിൽ നമുക്കത് മനസ്സിലായ പിന്നെ എൻ്റെ ലൈഫ് മാറും. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഓക്കെ, ഇനി ഇങ്ങനെ പറയാണ്ട് വിഷമെന്ന് വിചാരിക്കരുത്. സമയമൊക്കെ തീർന്നുപോയി, ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിലോ? ഓക്കെ, ദൈവം ജഡത്തിൽ പ്രത്യക്ഷനായി നമ്മുടെ പാപങ്ങളെ നീക്കി കളയുവാൻ വേണ്ടി ആണെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ഈ അവസാന നാളുകളിൽ അവൻ തൻ്റെ സഭകളിൽ തന്നെ വെളിപ്പെടുത്തുന്നു. എവിടെ? അതാണ് ശ്രദ്ധയോടെ ഇരുന്ന് വായിക്കുമ്പോഴും നമ്മളിങ്ങനെ വായിച്ചിട്ടില്ല. അവൻ തൻ്റെ സഭകളിൽ. മറ്റത് ശവക്കല്ലറയാണ്. മറ്റേ പള്ളികൾ കരിങ്കല്ലുകൊണ്ടൊട്ടും ഗോപുരം പോലെ കെട്ടി വെച്ചിരിക്കുന്നത് എല്ലാം ശവക്കല്ലറകളാണ്. തൻ്റെ സഭ എന്ന് വെച്ചാൽ ഞാനാണ്, നമ്മുടെ ഉള്ള ദൈവം വസിക്കുന്നത്. അപ്പോ അവൻ തൻ്റെ സഭകളിൽ തന്നെ വെളിപ്പെടുത്തുന്നു. ഈ സഭയിൽ വെളിപ്പെടുത്തുന്നല്ല. ആ വാക്യം മനസ്സിലായോ? എൻ്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിച്ചനുസരിക്കുന്നവനെ പിതാവ് സ്നേഹിക്കും, ഞാനും അവന്. സഭയ്ക്കെന്നല്ല, അവർക്ക് എന്നല്ല, അവന്. ഏകവചനം. അതാണ് സഭ. അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. ഇൻഡിവിജ്വലായിട്ട് തന്നെത്താൻ ഓരോരുത്തർക്കും ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടിയില്ലെങ്കിൽ പ്രാർത്ഥിക്കുക. നമ്മൾ ഇവിടെ എന്തൊക്കെ നമ്മൾ എക്സ്ക്യൂസ് പറഞ്ഞ് ജീവിച്ചിരുന്നാലും സമയം തീർന്നു. ഇതിനകത്തൊരു മായവും കള്ളവും കപടതയും ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നെങ്കിൽ എല്ലാം നാടകങ്ങളാണ്. പോവില്ല എന്നുള്ളത് പ്രവാചകന്റെ പല മെസ്സേജുകളുണ്ട്. പ്രവാചകൻ ചർച്ച ചെയ്യുന്ന സമയത്ത് അഭിനയിച്ചവരും
വിഷമിച്ചവരും പ്രവാചകനെ കുറ്റം പറഞ്ഞവരും പിന്നെ ദർശനത്തിൽ ചെന്നപ്പോൾ ആരുണ്ടായിരുന്നുവെന്നും എല്ലാം ഈ മെസ്സേജുകൾ ധാരാളമുണ്ട്. അതേ അവസ്ഥയിലൂടെ ഇവിടെയും കടന്നു പോവുകയാണ്. ഇവിടെ ഒരു കാപട്യവും കാണിക്കരുത്. ഹൃദയശുദ്ധിയോട് ആ വ്യക്തി എന്നെ എന്ത് പറഞ്ഞാലും ശരി തന്നെ ആത്മാർത്ഥമായി ക്രിസ്തയേശുവിലുള്ള ഭാവത്തോടു കൂടി അവരെ കാണുക, സംസാരിക്കുക, ഡീൽ ചെയ്യുക, എന്തും ചെയ്യുന്നതൊക്കെയും കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. ഒരു വ്യാജവും ആരെയും ബോധ്യപ്പെടുത്തുവാനാണ് എങ്കിൽ അവിടെ പ്രതിഫലം കിട്ടിപ്പോയി. ആ വ്യക്തി പറഞ്ഞില്ലേ, ആ കൊള്ളാം, നല്ല വ്യക്തിയാ, അതങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യുന്നു, ഭയങ്കര ഭക്തിയാ, ഭയങ്കര പ്രാർത്ഥന, എല്ലാവരെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അതൊക്കെ പ്രതിഫലം കിട്ടിപ്പോയി. രഹസ്യത്തിൽ ചെയ്യണം. അത് പരിശുദ്ധാത്മാവിന്റെ ലക്ഷണമാണ്. ഓക്കെ. ഇപ്പോൾ സഭയിൽ തരുന്ന ഈ കാര്യങ്ങൾ തന്നെ ഈ സന്ദേശത്തിന്റെ അവസാനം വരെ ശ്രദ്ധിച്ചു കാണുക. അതായത് തിരുവഴുത്ത് ഈ കാര്യങ്ങൾ നടക്കുമെന്ന് പറയുന്നില്ലെങ്കിൽ അത് കൃത്യമായും അതുപോലെ തന്നെ ആകുന്നു. അത് കൃത്യമായി എഫെസോസ് കാലഘട്ടത്തിലും കൂടാതെ പെർഗമോസ്, സ്വേധര, അങ്ങനെ താഴോട്ട് ഓരോ കാലഘട്ടത്തിലും അവർ ചെയ്തില്ലേ എന്ന് നോക്കുക. എന്താണെന്ന് അറിയാമോ? യോഹന്നാനെ ഒരു ദർശനം കൊടുത്ത് ആത്മവിവശതയിലാക്കി ദൈവം അവനെ എടുത്തോണ്ട് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കാഹളമല്ല, കാഹളം എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ അടയാളമാണ് എപ്പോഴും കാഹളത്തിന് ശേഷം ഒരു ശബ്ദം വരും. അത് അവന് എഴുതാൻ പറ്റുന്നതായിരുന്നു. അത് എഴുതി നീ ഈ കാണുന്ന സഭകളിലേക്ക് അയക്കുക എന്ന് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ആ പറഞ്ഞ ഓരോ സഭാകാലഘട്ടത്തിലും പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നടന്നില്ലേ എന്ന് പരിശോധിക്കാനാണ് ഇനി അതാണ് എടുത്തുകൊണ്ട് പോകുന്നത്. ഓക്കെ. ലൂതർ എങ്ങനെ ചെയ്യുമെന്നും വെസ്ലി എങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞിരിക്കുന്നു. കൂടാതെ ഈ പെന്തക്കോസ് മതവിഭാഗം എപ്രകാരം ഒരു ലവോദിക്കയിലേക്ക് ഒരു ശീതോഷ്ണവാനായ അവസ്ഥയിലേക്ക് പോകുമെന്നും, എന്നാൽ അതിനിടയിൽ അവൻ തൻ്റെ ജനങ്ങളെ അതിൽ നിന്നും വലിച്ചെടുത്തിരിക്കും. കണ്ടല്ലോ. അപ്പൊ ലൂതറൻ സഭ എങ്ങനെ 1520കളിൽ ലൂതറൻ സഭ വന്നപ്പോഴത്തേക്ക് വിശുദ്ധീകരണം പഠിപ്പിക്കുമെന്ന് പണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. പെന്തക്കോസ് കാലത്ത് അഭിഷേകം കൊടുക്കുമെന്നും അപ്പൊ നീതീകരണം, വിശുദ്ധീകരണം, ഓരോ കാലത്തും എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായി പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ. എന്നിട്ടോ ലവോദിക്ക സഭാകാലത്താണ് ശീതോഷ്ണമായ അവസ്ഥയിലേക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സഭയിലും ശീതോഷ്ണ അവസ്ഥയിലാണെങ്കിൽ പോകില്ല. പൂർണ്ണമായും യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃകളുടെ വിശ്വാസവും ജീവിതവും പ്രവൃത്തിയും ചിന്തകളും കാര്യങ്ങളും ആണെങ്കിൽ, അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പറഞ്ഞ് ക്ഷമ ചോദിച്ച് വീണ്ടും ആ ഒറ്റ ലൈനിൽ പൊയ്ക്കൊള്ളണം. അവന്റെ വരവിന്റെ അടയാളം മിന്നുന്ന ചുമന്ന പ്രകാശം എന്നൊരു പുസ്തകമുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. ഒരു ട്രാക്കിനെ കുറിച്ച് പറയുന്നുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുന്നതും ജീവിതവും ഒക്കെ. അപ്പൊ അതുപോലെ നമ്മൾ വെറുതെ ഇങ്ങനെ യാത്ര ചെയ്യുന്നവരായത് ഓരോ നിമിഷവും ജാഗ്രത. ട്രെയിൻ വരുന്നു. ഇതിനിടയ്ക്ക് പല ട്രെയിനും വരും. നമുക്ക് വിജിലൻ്റ് അല്ല. അതായത് എനിക്ക് മുമ്പേ പലരും വരും, എൻ്റെ നാമം എടുത്ത് വരും, കള്ളപ്രവാചകന്മാരും സഭകളും ഒക്കെ വരും. അതൊന്നുമല്ല. ജാഗ്രതയോടെ ഇരിക്കുക. ഒരു റെഡ് സിഗ്നൽ ആദ്യം കാണും, അതാണ് അടയാളം, കാഹളം. ആ റെഡ് സിഗ്നൽ കാണുമ്പോൾ നമുക്കറിയാം ട്രെയിൻ വരുന്നോ, വിജിലൻ്റ് ആവും. നമ്മുടെ ഹൃദയത്തിൽ അത് മണവാട്ടിയാണെങ്കിൽ അറിയിക്കും, അറിയിക്കാതെ വരില്ല. അത് ആമോസ് 3:7 തൻ്റെ രഹസ്യം തൻ്റെ പ്രവാചകനെ അറിയിച്ചിരിക്കും. പ്രവാചകൻ എന്ന് അതൊരു ശുശ്രൂഷയുടെ ഘട്ടത്തിൽ പ്രവാചകനാണ്, അതല്ലെങ്കിലോ മണവാട്ടിയാണ്. അങ്ങനെയെങ്കിൽ നമ്മളെ അറിയിച്ചിരിക്കും. അത് പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിന്റെ വരയിൽ എടുക്കപ്പെടുന്നവരെ അവൻ അറിയിച്ചിരിക്കും, പോകുന്നതിന് മുമ്പ് അറിയിച്ചിരിക്കും. അപ്പോൾ റെഡ് സിഗ്നൽ കാണുമ്പോൾ, അതിനു മുമ്പ് പല റെഡ് സിഗ്നലും കണ്ടു, പല ട്രെയിനും പോയി. നമ്മൾ ബാഗും എടുത്തില്ല, ഒന്നും എടുത്തിട്ടില്ല. ചിലർ ഏതാണ് ഇതെന്ന് അറിയാതെ എല്ലാവരും വരണമെന്നല്ല ശരിയെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകും. അത് കാണുമ്പോൾ നമുക്കറിയാം പോകാൻ സമയമായി. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ലോകത്ത് കാണുന്ന ഓരോ റെഡ് സിഗ്നൽ നമ്മളെ എന്ത് ഉണർത്തുന്നു, എന്തിലേക്ക് ജാഗരൂകരാക്കി ഏകാഗ്രതപ്പെടുത്തി ഓൺ ഓഫ് കോഡിൽ പോകാൻ ദൈവം പ്രേരിപ്പിക്കുന്നുണ്ടോ? അല്ല ഇതെല്ലാം കണ്ടിട്ട് പത്രോസ് ലോകം ഉണ്ടായ കാലം മുതൽ ആകാശഭൂമി അങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുന്നവർ അങ്ങനെയുള്ള പരിഹാസികൾ എഴുന്നേറ്റ് വരുമെന്നാണ്. അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. അല്ല, ശീതോഷ്ണ അവസ്ഥയിലാകാതെ ജാഗ്രതയോടുകൂടെ ഇനിയെങ്കിലും ആത്മാവിലൊന്ന് ഉണർന്ന് സൈഡിലും വശങ്ങളിലുള്ളതൊക്കെ വിട്ടുകളയുക, ബാക്കിയെല്ലാം കർത്താവ് നോക്കിക്കൊള്ളും. നമുക്ക് വേണ്ടതും കർത്താവ് നോക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാനത് വിശ്വസിക്കാത്തതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. ഓക്കെ. എന്നാൽ അതിനിടയിൽ അവൻ തൻ്റെ ജനങ്ങളെ അതിൽ നിന്നും വലിച്ചെടുത്തിരിക്കും. ഇപ്പോഴും നമുക്ക് ദൈവം നൽകുന്ന ഈ പാഠം അതാണ്.
ഈ ലോകപരമായിട്ടിരിക്കുന്ന എല്ലാറ്റിൽ നിന്നും പുറത്തേക്ക് വരിക, എൻ്റെ ഹൃദയം കൊണ്ട് പുറത്തേക്ക് വരിക. സഭയിൽ ശരീരം ഇവിടെ തന്നെ ആയിരിക്കും, അതിലല്ല പറയുന്നത്. ആത്മാവിനെയും കൂടെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോരുക, ബുദ്ധിയെ എടുത്തുകൊണ്ട് പോരുക, എല്ലാ കാര്യങ്ങളും. അത് ശരിയാണ്, അത് കൃത്യമായി ശരിയാണ്. നാം അവസാനത്തിലായിരിക്കുന്നു. ഓ, ഞാൻ അത്രമാത്രം സന്തോഷവാനാകുന്നു. കൂടാതെ ലോകത്തെയും അതിൽ കടന്നുകൂടിയിരിക്കുന്ന ഇരുട്ടിനെയും നോക്കൂ, കണ്ടോ, ലോകത്തെയും അതിൽ കടന്നുകൂടി ഇരുട്ടിനെയും. അതിനുശേഷം കർത്താവിന്റെ വരവും എത്രയധികം അടുത്ത് വരികയാണെന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കുക. നാം ഈ കാലഘട്ടത്തിന്റെ അവസാനത്തായിരിക്കുന്നു. മനുഷ്യർ നിർജീവമാകുന്നു. എല്ലായിടത്തും എല്ലാവരും എല്ലാ സമയത്തും അത് റേഡിയോയിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നു. അത് കേട്ടോ, പ്രവാചകൻ പ്രവചിച്ചിരിക്കുക, സംസാരിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ കേൾക്കുകയാണേ. ഒരു വ്യോമാക്രമണത്തിന് തയ്യാറെടുത്തുകൊള്ളുക, അകത്ത് ഇത് എടുക്കുക, എന്നിട്ട് അടിത്തറയിലേക്ക് പോകുക, ഇറങ്ങുക. ഇതല്ലേ വിദേശ രാജ്യങ്ങളിൽ, ഒരുപാട് രാജ്യങ്ങളിൽ അണ്ടർഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ബോംബ് ഇടാൻ പോകുന്നു, വിമാനം വരുന്നു, യുദ്ധം ഉണ്ടാകാൻ പോകുന്നു, ഭൂഗർഭ അറകളിലേക്ക് പോവുക. അല്ലേ, വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടിട്ടില്ല, ഇപ്പൊ നമ്മൾ കേൾക്കും. എപ്പോഴും കർത്താവിന്റെ വരവിന് തൊട്ട് മുമ്പാണ്. 150 അടി ആഴത്തിനിടയിലേക്ക് പോകും, 150 മൈൽ ആകൃതിയിലും പോകും. എന്തിന്? അതിന്റെ ഞെട്ടൽ ഇവിടെ അടിക്കുകയാണ്. അത് നേപ്പാളിനെ നിലംപരിശാക്കും. അതായത് ഒരു ബോംബ് ഇവിടെ ഇട്ടിരുന്നാലും അത് അതിനെ നിലംപരിശാക്കും. എന്നാൽ ഒരു അനുഗ്രഹീതമായ കാര്യം നിങ്ങൾക്ക് നൽകട്ടെ, അത് അത്രയും അടുത്ത് വരുന്നതായി നാം കാണുമ്പോൾ, പ്രഭാതം പൊട്ടിവിടരുന്നതിന് മുമ്പ്, ഇതൊരു മർമ്മപ്രധാനമായ, ശ്രദ്ധിക്കണേ, പ്രഭാതം പൊട്ടിവിടരുന്നതിന് മുമ്പേ അത് സംഭവിക്കാൻ കഴിയുമെന്ന് കാണുമ്പോഴാകുന്നു. ഓർക്കുക, അത് സംഭവിക്കുന്നതിന് മുമ്പ് സഭ വീട്ടിലേക്ക് പോകുന്നു, ഉൽപ്രാവണം അതിനു മുമ്പായി കഴിയുന്നു. എന്താണിത്? ഇതാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത്. ഇങ്ങനെ സംഭവമുണ്ട്. നമ്മൾ പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്കൊന്നും പിടികിട്ടില്ല. സഭയെ കർത്താവ് വെച്ചിരിക്കുന്നത് ഇതുപോലെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനാണ്. അനുഗ്രഹീയമായ കാര്യം നോക്കൂ, പ്രഭാതം പൊട്ടിവിടരുന്നതിന് മുമ്പേ അത് സംഭവിക്കാൻ കഴിയുമെന്ന് കാണുമ്പോൾ. എന്താണ് പ്രഭാതം? ഇപ്പൊ സന്ധ്യയാണ്, രാത്രിയിലേക്ക് പോയി, ലോകം മുഴുവൻ അന്ധകാരത്തിലും നമ്മളൊരു ചെറു പ്രകാശത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക, അത് പൊട്ടിവിടരുന്നതിന് മുമ്പ് സഭ വീട്ടിലേക്ക് പോകും. ഉൽപ്രാവണം അതിനു മുമ്പായി നടന്നിരിക്കും. എന്താണത്? കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ഇത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരിക, എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരിക. പ്രഭാതം പൊട്ടിവിടുന്നതിന് മുമ്പേ അത് സംഭവിക്കാൻ കഴിയുമെന്ന് കാണുമ്പോൾ ആകുന്നു. ഓർക്കുക, അത് സംഭവിക്കുന്നതിന് മുമ്പ് സഭ വീട്ടിലേക്ക് പോകുന്നു, ഉൽപ്രാവണം അതിനു മുമ്പായി നടക്കുന്നു. ഓക്കെ, ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരിക പ്രാർത്ഥിച്ചിട്ട്. ഇപ്പോൾ നിങ്ങൾ ആ കാര്യത്തിൽ വളച്ചൊടിക്കാൻ ഇടയാകാതിരിക്കട്ടെ. ഓർക്കുക, യേശു പറഞ്ഞു, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ ലോത്തിന്റെ നാളുകളിൽ സംഭവിച്ചതുപോലെ തന്നെ. ഓർക്കുക, ഒരു മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ നോഹ പെട്ടകത്തിന് അകത്തായി കഴിഞ്ഞിരുന്നു. നോഹ പെട്ടകത്തിൽ അകത്തായിരുന്നു. അവൻ ആ വെള്ളത്തിന് മേലെ കൂടി വഹിക്കപ്പെട്ടു, അതിൽ കൂടെ ആയിരുന്നു കടന്നു പോയത്. അങ്ങനെ ഇപ്പോൾ നോഹ ഒരു യഹൂദന്മാരുടെ മാതൃകയാകുന്നു. എന്നാൽ ഹാനോക്ക് മരിക്കാതെ വീട്ടിലേക്ക് പോയി. ഹാനോക്ക് പോകുന്നത് നോഹ കണ്ടപ്പോൾ ആ പെട്ടകത്തിൽ കയറാൻ സമയമായി എന്ന് അവൻ അറിഞ്ഞിരുന്നു. ഏലിയാവ് പോകുന്നതിന് മുമ്പ് ഏലീശ മനസ്സിലാക്കിയെങ്കിൽ ഇപ്പോഴും ഒന്നാമത്തെ ഗണത്തിൽ പോകേണ്ട മണവാട്ടി പോകുന്നതും രണ്ടാമത്തെ ഗണത്തിലുള്ള വ്യക്തി അറിഞ്ഞിരിക്കും. അപ്പോ രണ്ടാമത്തെ വ്യക്തി പോലും അറിയുന്നു എങ്കിൽ ഒന്നാമത്തെ വ്യക്തി എത്ര മുൻകൂട്ടി കർത്താവ് സൂചനകൾ നൽകും? നമ്മൾ എത്ര പേർക്ക് സൂചനകൾ കിട്ടുന്നുണ്ട്? സഭ എടുക്കപ്പെടുന്ന ഉടനെ തന്നെ അവൻ സ്വയം അവനെ തന്നെ ഇസ്രായേലിന് വെളിപ്പെടുത്തുന്നു. നോക്കൂ, അത് ശരിയാണ്. ഓർക്കുക, ലോത്തിന്റെ കാലത്ത് യേശു പറഞ്ഞതുപോലെ തീയുടെ ഒരു അംശം പോലും ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് തന്നെ ആ ദൂതൻ പറഞ്ഞു, ബന്ധപ്പെടുക, അധ്വാനിക്കുക, ഭാരം ചുമക്കുക, ബന്ധപ്പെടുക, ഓടിപ്പോകുന്നതിന് വേണ്ടി ഓടിപ്പോക. നീ അവിടെ എത്തുവോളം എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഈ സുവിശേഷം ജാതികളുടെ സംഖ്യ തികയോളം നമ്മളെ ഓടിയാൽ അതിനു മുമ്പ് നമുക്ക് ഒന്നും നഷ്ടപ്പെടുത്തില്ല. എൻ്റെ വീട്ടിലെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും ജീവനും ഭക്തിക്ക് വേണ്ടത് എല്ലാം കർത്താവ് കാര്യം. പക്ഷെ അത്രത്തോളം അന്ധമായിട്ട് വെച്ചാൽ ഈ കണ്ണിന് കാണാൻ കഴിയില്ല, ആത്മക്കണ്ണിന് കാണാൻ കഴിയുന്ന തരത്തിൽ ഒന്ന് ഇറങ്ങി തിരിച്ചു നോക്ക്, അത്ഭുതങ്ങൾ നടക്കും. നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം സേഫ് എന്ന് തോന്നി ലോക്ക് ചെയ്ത് ചാവി പാക്കറ്റിട്ട ഞാൻ വേണമെങ്കിൽ പോകും. അങ്ങനെയല്ല പോകേണ്ടത്. അത് വിശ്വാസത്തിന്റെ മാതൃകയല്ല. ബന്ധപ്പെടുക, ഓടിപ്പോക, നീ അവിടെ എത്തുവോളം എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. തീ കത്തുന്നതിന് മുമ്പ് തന്നെ ലോത്തും കുടുംബവും അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. ഇതാരാണ്? രണ്ടാമത്തെ ഗണത്തിൽ പോകുന്നവനാ. അപ്പൊ രണ്ടാമത്തെ ഗണത്തിലുള്ളവനെ അറിയിക്കാൻ അവിടെ പോയി. ഒന്നാമത്തെ ഗണത്തിലുള്ള അബ്രഹാമാണ്. അതിനു മുമ്പേ ദൈവം അറിയിച്ചു. ഏലിയാവിനെ ആദ്യം അറിയിച്ചു, ഏലീശ പിന്നീട് അറിഞ്ഞു. ഹാനോക്ക് ആദ്യം അറിഞ്ഞു, നോഹ രണ്ടാമത് അറിഞ്ഞു.
അങ്ങനെയെങ്കിൽ നമ്മുടെ ഇടയിലും 2-3 ടൈപ്പ് ഉണ്ട്. മൂന്നാമത് അറിയില്ല. 1-2 ടൈപ്പ് അറിഞ്ഞിരിക്കും. നമ്മൾ ഇത് എത്ര ഒരു ആത്മഗതം നമുക്ക് വന്നു നോക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിന് താല്പര്യം നിങ്ങൾ നോക്കി കാത്തിരിക്കുക. വെള്ളം രക്തമായി മാറും, അതുപോലെയുള്ള കാര്യങ്ങളാകുന്നു. അതായത് അവിടെ വരുന്നത് രൂപാന്തരണ പർവ്വതത്തിൽ അവൻ അവിടെ യേശുവിനോട് സംസാരിക്കുകയായിരുന്നു, മറുമലയിൽ. അതുകൊണ്ട് അവൻ തിരികെ വന്ന് കൊല്ലപ്പെടും. സോദോം എന്ന് വിളിക്കപ്പെടുന്ന നഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവങ്ങൾ കിടക്കും. ഈ 2 മോശെ ഏലിയാവോട് രൂപാന്തര സമയത്ത് കർത്താവ് അവരോട് സംസാരിച്ചു. മോശെ ഏലിയാവിനോട്. ഈ മോശെ ഏലിയാവും തന്നെ അവിടെ വരും. കർത്താവിന്റെ വരവില്, 2ാമത്തെ വരവില് അവരവിടെ കൊല്ലപ്പെടുകയും സോദോം എന്ന് വിളിക്കുന്ന നഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവങ്ങൾ കിടക്കും. അവിടെ അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതായ യെരുശലേം അവർ യഹൂദന്മാരോട് പ്രസംഗിക്കുകയും ഭൂമിയെ അടിക്കുകയും ആകാശം അടയ്ക്കുകയും ഇത്യാദി കാര്യങ്ങൾ അവർ ചെയ്യും. കണ്ടോ, യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ മരണത്തെക്കുറിച്ച് അവിടെ പറയാൻ പോവാണ്. യഹൂദൻ ഇപ്പം യോസഫിന്റെ മുമ്പിൽ വന്നു നിന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞില്ലേ, പീഡിപ്പിച്ച കാര്യങ്ങളെല്ലാം ഇവര് അയവിറക്കി വേദനപ്പെട്ടതുപോലെ യേശുക്രിസ്തു അവിടെ വരുന്ന സമയത്ത് അവർ തന്നെ ലോകത്തോട് പറയും, നമുക്ക് വേണ്ടി വന്നവൻ തന്നെ ആയിരുന്നു അവർ. അവൻ യഹൂദന്മാരോട് പ്രസംഗിക്കുകയും ഭൂമി അടിക്കുകയും ആകാശം അടയ്ക്കുകയും ഇത്യാദി കാര്യങ്ങൾ അവർ ചെയ്യും. അന്യജാതികളുടെ ശുശ്രൂഷയുടെ അവസാനം അതുമായി ബന്ധപ്പെടുത്തുകയും തുടരുകയും ചെയ്യും. അന്യജാതികൾ വീട്ടിലേക്ക്, അന്യജാതികളുടെ കാലം അതുമായി ബന്ധപ്പെടുന്നത്. ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ നേരെ അങ്ങോട്ടാണ് പരിശുദ്ധൻ പോകുന്നത്. ആ ശുശ്രൂഷ തുടങ്ങുകയും ചെയ്യും. അവിടെ എല്ലാറ്റിൻ്റെയും നാശമുണ്ടാകും. ഭൂമിയുടെ മുന്നിൽ 3-2 ഭാഗം വീണു പോകും. ഇതുപോലെ എല്ലാ കാര്യം, ഈ ഭൂമിയുടെ 3-2 ഭാഗം വെച്ചാൽ ഭൂമിയൊന്നും വീണു പോകില്ല. ഇവിടെ താമസിക്കുന്ന ജനത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഏറിയ ഭാഗം ജനങ്ങളും പോകും. 1-2 ഗണത്തിൽ പോയതിനു ശേഷമുള്ള കാര്യം. അവരുടെ മൃതദേഹങ്ങൾ തെരുവിൽ കിടക്കുമ്പോൾ 3 ദിവസം അത് ഏതു തരത്തിലായിരിക്കുമെന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം അവർ പരസ്പരം സമ്മാനങ്ങൾ അയക്കുന്നു. അത് തിരുവഴുത്തിൽ എങ്ങനെ താരതമ്യപ്പെടുന്നു? അതായത് യേശുവിന്റെ കാര്യത്തിൽ അവർ വസ്ത്രമിട്ട് ചീട്ടിട്ടൊക്കെ എടുത്തതുപോലെ, സമ്മാനം കൈമാറിയതുപോലെ ഇവിടെയും ഈ 2 പേരെ അവിടെ കൊന്നു കഴിയുമ്പോഴത്തേക്ക് അവനെ കൊന്ന, ദൈവത്തിന്റെ പ്രവൃത്തിക്കായി വന്നവനെ ഞങ്ങൾ കൊന്ന എന്ന് പറഞ്ഞ് സമ്മാനങ്ങൾ കൈമാറും. എന്ത് സഭയാണ് അത് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ നോക്കിക്കാണുക. അത് ശരിയാണ്, അത് വളരെ അടുത്തായിരിക്കുന്നു. അതിന്റെ അടയാളങ്ങളും കാര്യങ്ങളും ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അതങ്ങനെ സംഭവിക്കുമെന്നുള്ളതിന്റെ കർത്താവ് എനിക്ക് ഇതെന്ന് 1933 ഒരു പ്രവചനം നൽകിയിരുന്നു. അവർ സ്ത്രീകളെ വോട്ട് ചെയ്യാൻ അനുവദിക്കും. പ്രവാചകൻ കർത്താവ് വരുന്നതിന് മുമ്പ് 7 കാര്യങ്ങൾ സംഭവിച്ചു തീരുമെന്ന് പറഞ്ഞല്ലോ. കുറച്ച് കാര്യം പറയുന്നുള്ളൂ. സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടുന്നത് 1975-ലാണ്. ഓക്കെ, ലോകത്ത് അവസാനമായിട്ട് ഇപ്പം ഈ അടുത്ത സമയത്താണ് സൗദിയിൽ ലഭിച്ചത്. ഓക്കെ, 75ആണെന്ന് തോന്നുന്നു. അമ്മയ്ക്ക് അതിന് മുമ്പേ വോട്ടുണ്ടായിരുന്നു. 75-ന് മുമ്പൊക്കെ വോട്ടവകാശം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എവിടെ ഇങ്ങനെ പ്രവാചകം പറയുന്നുണ്ട് സ്ത്രീകൾക്ക് ആദ്യമായിട്ട് വോട്ടവകാശം കൊടുത്ത അമേരിക്കയിലാണ്. ഓക്കെ, വോട്ടവകാശം അനുവദിക്കും. വോട്ടിംഗ്, അവർ തെറ്റായ വ്യക്തിയെ തിരഞ്ഞെടുക്കും. 7 കാര്യങ്ങൾ നൽകപ്പെടുകയുണ്ടായി. അവയിൽ 5 ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു. പ്രവാചകൻ ഇരിക്കുമ്പോഴേ 5 സംഭവിച്ചു കഴിഞ്ഞു. 7 എണ്ണത്തിൽ 2 ഉണ്ടായിരുന്നുള്ളൂ. 1 ഈ അടുത്ത സമയത്ത് സംഭവിച്ചു. അതായത് ഏതാണ്, ഗൂഗിൾ സ്ത്രീകളുടെ വസ്ത്രധാരണങ്ങളും അതെല്ലാം അധികാര കേന്ദ്രങ്ങളിൽ വരുന്നതും സഭയുടെ തലപ്പത്ത് സ്ത്രീകൾ വരുമെന്ന് പറഞ്ഞതും എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. 7 കാര്യങ്ങളിൽ. പിന്നെ ജെറുസലേം ഇവർക്ക് അവകാശമാക്കി കൊടുക്കുമെന്ന് പറഞ്ഞത് അത് അവകാശമായി. അടുത്ത കാര്യം വന്നത് ഒരു മഹതിയായ സ്ത്രീ, ഒരു സഭ, ഒരു ശക്തി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഐക്യനാടുകളെ, അതായത് അമേരിക്കൻ ഐക്യനാടുകൾ ഭരിക്കും. കമല ഹാരിസ് ആയിരിക്കാം തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോലെ ആവണ്ട, നമുക്ക് വെയിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ കത്തോലിക്ക പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കും. ഓക്കെ, അതിനുശേഷം ഞാൻ അതിനെ ചാരം പോലെ കിടത്തുന്നത് കാണുക. അവിടെ അത് അതിന്റെ അവസാനത്ത് എത്തുകയും ചെയ്തു. അത് അന്ത്യസമയമാകുന്നു. ലോകത്ത് ഇത് യുദ്ധം വന്ന് ചാരം പെടും, എല്ലാ ജനങ്ങളും മരിക്കും. പിന്നെ നീതിമാന്മാരെ വന്നിട്ട് 1000 വർഷം വരെ ഇവരുടെ ചാമ്പലിന് മുകളിൽ കൂടെയാണ് നടക്കുന്നത്. അത് പറയുകയുണ്ടായി, അവർക്ക് ഓടിക്കാൻ കഴിയുന്ന ഒരു യന്ത്രം ഉണ്ടായിരിക്കും. അതിൽ അവർക്ക് ഒരു ഡ്രൈവർ ആവശ്യമില്ല. ഇപ്പൊ കാറുകൾ യന്ത്രമുണ്ട്, പക്ഷെ യന്ത്രമില്ലാത്ത ഒരു കാറ്, മോട്ടറില്ല, ഡ്രൈവർ വേണ്ട. അത് വന്നു, ഗൂഗിൾ ഒരു കാർ വന്നു. ഇപ്പൊ ലോകത്ത് എല്ലായിടത്തും അത് കാറുകൾ ഏകദേശം ആയിട്ടുണ്ട്. എല്ലാം കമ്പ്യൂട്ടർ സെറ്റ് ചെയ്ത് വയ്ക്കും. ഡ്രൈവറൊന്നും വേണ്ട, വണ്ടി മുട്ടുകയില്ല, ഒരു സിഗ്നൽ പ്രകാരമാണ് ദിശ തിരിയുന്നത് എല്ലാം. ഓക്കെ, അതും ഇവിടെ നിലവിൽ വന്നു. 33-ൽ പറഞ്ഞതാണ്, നമ്മുടെ 2014 മുതൽ ഇവിടെ വന്നു കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു,
അവിടെ അത് വായനാ പത്രങ്ങളിലായിരിക്കുന്നു. അന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ തന്നെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പത്രങ്ങൾ വരികയൊക്കെ ചെയ്തു. പത്രങ്ങളിവിടെ ഉണ്ട്. അത് നിഷേധിക്കാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞതുപോലെ തന്നെ അത് വായനാ പത്രങ്ങളിലായിരിക്കുന്നു. ആമേൻ. വിശ്വാസം പിതാവിലും വിശ്വാസം പുത്രനിലും വിശ്വാസം പരിശുദ്ധാത്മാവിലും ഈ മൂന്നും ഒന്നാകുന്നു. ഇതാകുന്നു യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് നമ്മൾ ഇതുവരെ എടുത്തത്. പ്രാർത്ഥിക്കാം. ആമേൻ. മഹത്തായ ഒരു ദിവസമാണ് നമുക്ക് മുന്നിലേക്ക് കടന്നു വന്നത്. സുഹൃത്തുക്കളെ, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അറിയിച്ചു, തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അതിനാൽ സഭായുഗങ്ങളിലൂടെ അത് അറിയപ്പെടുവാൻ വേണ്ടി ആ കാര്യങ്ങൾ നമുക്കായി കരുതി വച്ചിരിക്കുന്നു. കർത്താവ് ഇപ്പോൾ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ തലകളെ വണങ്ങാം, പ്രാർത്ഥിക്കാം. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് എന്ന മെസ്സേജിലൂടെ നമ്മൾ എടുത്തിരിക്കുന്ന കർത്താവെ, ആരാണ് യേശു ക്രിസ്തു? ലോകത്ത് രണ്ടാമത്തെ വ്യക്തിയാണെന്ന് പഠിപ്പിക്കുമ്പോൾ കർത്താവെ, അങ്ങ് നമുക്ക് തൻ്റെ ആടുകൾ തൻ്റെ ശബ്ദം കേൾക്കും, എൻ്റെ ജനത്തിന് ഞാനത് വെളിപ്പെടുത്തി കൊടുക്കുമെന്ന് പറഞ്ഞ കർത്താവെ, നമുക്കത് വെളിപ്പെടുത്തി തന്ന മഹാകൃപയ്ക്കായി നന്ദി. കർത്താവ് യേശുവെ, സുവിശേഷം അറിയിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതിനകത്ത് ഉണ്ടായിരുന്നു. കർത്താവ് യേശുവെ, ആ ജാഗ്രതയോടുകൂടെ പിതാവിന്റെ ഇഷ്ടമാണ് അറിയിക്കണമെന്നത്, അത് യേശു എന്ന് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിന്റെ അറ്റത്തോളം ശക്തി ലഭിച്ചുവെങ്കിൽ പോവുക, ഇല്ലെങ്കിൽ പോകണ്ട. കാര്യം യേശു പറഞ്ഞിട്ടില്ലല്ലോ, ശക്തി ലഭിച്ചവരാണെങ്കിൽ പോകും, ഇല്ലാത്തവർ പോകില്ല. അപ്പൊ ഒന്നാമത്തെ ഗണത്തിൽ പോകില്ല എന്നും കൂടെ അതിനകത്ത് അർത്ഥമുണ്ട്. മണവാട്ടിന്റെ സ്ഥാനത്തല്ല എന്നും കൂടെ തന്നെയാണ്. ഓക്കെ, ഇനി ബാക്കി നിങ്ങൾ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, മാനസാന്തരപ്പെടാം, കൂടുതൽ അടുക്കാം, കർത്താവിന്റെ ആത്മാവ് പ്രാപിച്ച് ശക്തിയോടുകൂടി നടക്കാം. കാരണമുള്ള കർത്താവെ, നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണല്ലോ അങ്ങ് കാൽവരി ക്രൂശിൽ നമ്മെ സ്നേഹിച്ചത്. ആ ത്യാഗം തന്നെയും കർത്താവ് നമ്മളുടെ സ്നേഹമാണല്ലോ കർത്താവെ. യേശു എന്നെ മുൻ സ്നേഹിച്ചതിനാൽ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ വചനം പറയുന്നു, എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, ഇല്ലാത്തവൻ കള്ളനാകുന്നു. കർത്താവ് യേശുവെ, വെറുതെ ഈ വചനങ്ങളുടെ കാലം തീർന്നു, പ്രായമൊക്കെ കൂടുതലായി, ഇനി ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിലായിരിക്കാം. എന്നാലും കർത്താവിന് വേണ്ടി ഹൃദയം വിട്ടുകൊടുക്കാത്തത് തന്നെ പ്രയോജനങ്ങളുണ്ട്. കരുണയുള്ള കർത്താവെ, അനേകം പേരുടെ ഇടയിൽ നിന്ന് നമ്മളെ വിളിച്ച് വേർതിരിച്ചിട്ട് ചെറിയ കൂട്ടമായ നമുക്ക് പോലും എത്ര പേർക്ക് ആ തീക്ഷ്ണത ഉണ്ടാകുന്നു, മനസ്സിൻ്റെ ഒരു വെപ്രാളം ഉണ്ടാകുന്നു. കർത്താവിൻ്റെ വരവ് ആസന്നമായി. ഇനിയെങ്കിലും എനിക്ക് ആരെയും പറ്റിക്കാൻ പറ്റില്ല, യേശുവിനെ പറ്റിക്കാൻ ഒട്ടും പറ്റില്ല. അതുകൊണ്ട് യേശുവിന് ബോധ്യമാകുന്നു ഞാൻ ആരാണ് എന്താണെന്ന്. കരുണയുള്ള കർത്താവെ, നമ്മൾ തെറ്റിപ്പോയ നിമിഷങ്ങളേ ഉള്ളൂ കർത്താവെ. കർത്താവ് യേശുവെ പൂർണ്ണമായി ക്ഷമിക്കുന്ന വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ടൊക്കെയും തെറ്റിപ്പോകുന്നു, എപ്പോഴും തെറ്റിപ്പോകുന്നു, വചനപ്രകാരം ജീവിക്കാൻ കഴിയുന്നില്ല കർത്താവെ. പൂർണ്ണമായി നമ്മോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വരവിൽ തള്ളപ്പെട്ടു പോകാതിരിപ്പാൻ ആത്മാവിന്റെ എരിവും ദാഹവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന് ശക്തിയോടെ എഴുന്നേറ്റ് പ്രകാശിപ്പാൻ, ആത്മാവിന്റെ ചൈതന്യം പ്രാപിച്ചുകൊണ്ട്, ക്രിസ്തുവിനെ പ്രദർശിപ്പിച്ചുകൊണ്ട്, ക്രിസ്തേശുവിലെ ഭാവത്തോടു കൂടി ആ സുവിശേഷവും വീര്യപ്രവൃത്തികളും കർത്താവിന്റെ നാമത്തിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് ജീവിച്ച് കർത്താവെ നമ്മെ സഹായിക്കണം. സകല പാപങ്ങളും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത് കേൾക്കുമ്പോൾ ആർക്കും വേദന ഉണ്ടാകുന്നുവെങ്കിൽ, പ്രവാചകൻ സംസാരിച്ചപ്പോൾ അവിടെ വേദനിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നത്തിൽ കർത്താവ് ദർശനത്തിൽ കാണിച്ചത് ആ സ്ത്രീയാണ് സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നത്. കാരണം ഓരോ വാക്കും വേദനിച്ചെങ്കിലും അവൾ അത് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് ആ വചനം എന്തു പറയുന്നുവോ അവണ്ണം ജീവിക്കാൻ ജാഗ്രതപ്പെടുകയായിരുന്നു. നമുക്ക് ആരോടും വേദനയോ പ്രശ്നമോ പ്രയാസമോ തോന്നുന്നുവെങ്കിൽ ആ വചനത്തിൽ നിന്ന് നമ്മൾ അകലെയാണ് എന്നാണ് കാണിക്കുന്നത്. അല്ല, ആ വചനത്തോട് വേദന സഹിച്ചാലും ആ ഭാരം വഹിക്കുന്നവർ, ആ ഭാരം വഹിക്കേണ്ടി വന്നാലും ക്രിസ്തുവിനെ വിട്ട് പിന്മാറാതെ ഭാരം ചുമന്നുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് ക്രിസ്തേശുവിന് വേണ്ടി ജീവിപ്പാൻ കരുണയുള്ള കർത്താവെ നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും അങ്ങയുടെ നാമമഹത്വത്തിനായിരിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അടുത്ത ഞായറാഴ്ച തിരുവത്താഴമാണ്. രാവിലെ 11 മണി മുതൽ തറയിൽ ഇരുന്നുള്ള പ്രയർ ഉണ്ട്. എല്ലാവരും വരിക. കർത്താവിന്റെ അനുഗ്രഹം പ്രാപിച്ചവരേ ഉള്ളൂ. എന്ത് കാരണത്തെ ചൊല്ലിയും മാറ്റിവെക്കാതെ, ഒന്നാമത് നമ്മൾ ഇതിനു വേണ്ടി സമയം കണ്ടെത്തുന്നുവോ, വേറൊരു കാര്യമാണെങ്കിലോ, നമ്മുടെ ഒരു മരണമോ കല്യാണമോ ആണെങ്കിലോ നമ്മൾ പോകും, എത്ര ദൂരെ ആണെങ്കിലും പോകും, എല്ലാവരുമായിട്ടും ആണെങ്കിലും പോകും. പക്ഷെ തിരുവത്താഴം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്നു, കർത്താവെന്ന് നമ്മൾ ആ ജാഗ്രതയോടുകൂടെ വരിക. സമയം ഏറെ തീർന്നിരിക്കുന്നു. അടുത്ത ഞായറാഴ്ച തിരുവത്താഴമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആശീർവാദം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും സ്നേഹവും നമ്മുടെ എല്ലാവരോടും ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശുവേ, വേഗം വരണമേ. ആമേൻ. ഈ കൂട്ടായ്മ തിരിച്ചുവിട്ടിരിക്കുന്നു. താങ്ക് യു ജീസസ്.